അത്ഭുത രോഗശാന്തി സാധ്യമോ? എന്റെ ശുശ്രൂഷയിൽ തന്നെ അനേകർ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ആസ്ട്രൽ ബോഡിയിലാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത്. എന്ത് ട്രീറ്റ്മെന്റ് അവിടെ നടക്കുമോ നമ്മുടെ ബോഡിയിൽ അത് റിഫ്ലക്ട്. തെളിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളാകാൻ ശ്രമിക്കരുത്. ഒരിക്കലും കള്ളത്തരമല്ല, കാരണം ഇത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പ്രാർത്ഥനയിലൂടെ രോഗം മാറുമോ? ഒരുപാട് പേരുടെ ഷുഗർ ഇതുപോലെ മാറിയിട്ടുണ്ട്. പക്ക കച്ചവടമാക്കി ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യോഗയും ധ്യാനവും രോഗശാന്തി നൽകും. അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റംസ് ഇവിടെ നിലവിലുള്ളപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ഒരു സിസ്റ്റം വളർത്തിയെടുക്കുന്നത് ഒരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ പവറും അവിടെ ഇടപെടുന്നില്ല. ശാസ്ത്രീയതയ്ക്കപ്പുറം രോഗശാന്തി ലഭ്യമോ? ഹൈപ്പർ ടെൻഷൻ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വാ. ട്വന്റി4ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഗോപു നന്ദിലെ ജിമാർ തമിഴ് ബൈ SK. ആധുനിക വൈദ്യശാസ്ത്രത്തിന് കേട്ടുകഴിവില്ലാത്തൊരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മരുന്നുകളുടെ സഹായമില്ലാതെ, ചികിത്സയില്ലാതെ അത്ഭുത രോഗശാന്തി ശമനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അത്തരം കുറെ ചികിത്സാക്രമങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ സത്യവും അതിൻ്റെ മിഥ്യയും പരിശോധിക്കുകയാണ് ഈ സംവാദത്തിൽ. അത്ഭുത രോഗശാന്തി ശുശ്രൂഷ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്. SMS മെഡിറ്റേഷനിലൂടെ ആസ്ട്രൽ ട്രീറ്റ്മെന്റും രോഗശാന്തിയും നൽകുന്ന തസ്മൈ ഗുരുജി, പെന്തക്കോസ്റ്റ് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ബാബു ജോർജ്, മലബാർ ഗോസ്ബൽ മിഷൻ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ഗീവർഗീസ് മാത്തൻ, SMS മെഡിറ്റേഷനിലൂടെ ആസ്ട്രൽ ട്രീറ്റ്മെന്റ് ലഭിച്ച റിട്ടയർഡ് ടീച്ചർ ശ്രീദേവി S, ശ്രീദേവിയുടെ മകൾ അഡ്വക്കേറ്റ് ശ്രീജ ജയചന്ദ്രൻ, കുണ്ടന്നൂർ IPC ബഥേൽ ചർച്ചയിലെ പാസ്റ്റർ ബിജു ജോസ്, ഗുരുവായൂർ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അമ്മിണി S, SMS മെഡിറ്റേഷനിലൂടെ ആസ്ട്രൽ ട്രീറ്റ്മെന്റ് അനുഭവിച്ച ശ്രീജിത്ത് വെങ്കളത്ത്, ശ്രീജിത്തിന്റെ മകൾ അശ്വതി, വചനഘോഷം ചീഫ് എഡിറ്റർ പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസ്, കേരള യുക്തിവാദി സംഘം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താനം, പ്രശസ്ത മജീഷ്യൻ സനൽ കല്ലാട്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഫോറം നാഷണൽ ചെയർമാൻ ഡോക്ടർ K അനിൽകുമാർ, ചലച്ചിത്ര സംവിധായകനും യുക്തിവാദിയുമായ സജീവൻ അന്തിക്കാട്, എറണാകുളം രവിപുരം ലൂതറൻ പള്ളി വികാരി ഫാദർ സന്തോഷ് രാജ്, ആകാശവാണി മഞ്ചേരി സ്റ്റേഷനിലെ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവും ഹിപ്നോട്ടിസ്റ്റുമായ മുനീർ ആമയൂർ, സൈക്കോളജിസ്റ്റ് ഡോക്ടർ അനശ്വര ദേവ്, പാസ്റ്റർ ലിജോ ജോസഫ് തടിയൂർ, അബാക് മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ രോഹിത് S രോഹിത്, എഴുത്തുകാരനും പാസ്റ്ററുമായ പ്രിൻസ് നിലമ്പു. ഹായ് ഗുരുജി. നമ്മുടെ ചികിത്സയുടെ ഒരു പ്രത്യേകത എങ്ങനെയാ? ഇതൊരു സൺമൂൺ സ്റ്റാർ മെഡിറ്റേഷൻ. SMS മെഡിക്കേഷൻ എന്നാ പറയുന്നത്. അതെന്തോ SMS അയച്ചു വല്ലോ ആണോ അതോ? അല്ല, സൺമൂൺ സ്റ്റാർ മെഡിറ്റേഷൻ. ഓ, അങ്ങനെയാണ്. അതാ SMS എന്ന് പറയുന്നത്. അതെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ ധ്യാനിക്കുന്ന ഒരു രീതിയാണ്. ഇതൊരു പ്രത്യേക രീതിയിൽ ഞാൻ അതിനെ പഠിപ്പിച്ചു കൊടുക്കും. അത് മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതിലൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവ തലമാണ് ആസ്ട്രൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏത് അസുഖത്തിനും ചികിത്സിക്കാൻ പറ്റുമോ എന്ന് പറയാം. അപ്പൊ ഈ സമയത്ത് മരുന്നുകൾ വല്ലതും ഉപയോഗിക്കുമോ? വേണ്ടി വരില്ല. ഇല്ല, ഇംഗ്ലീഷ് മരുന്നുകളും ഇന്ത്യൻ സിസ്റ്റമിലുള്ള എല്ലാവരും ഉപേക്ഷിച്ചവരാണ് സാധാരണ എന്റെ അടുത്ത് വരാറുള്ളത്. ഈ ക്യാൻസർ ബാധിച്ചവരൊക്കെ വരാറുണ്ട്. മാറാറുണ്ട്. റേഡിയേഷനും കീമോയൊക്കെ കഴിഞ്ഞവരാണോ? എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ച ശേഷമേ നമ്മുടെ അടുത്ത് എത്താറുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ സുഖപ്പെട്ടു പോകുമെന്നാണോ അങ്ങ് അവകാശപ്പെടുന്നതോ? ഞാൻ അവകാശപ്പെടുന്നതല്ല, സുഖപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഈ ചികിത്സ SMS മെഡിറ്റേഷൻ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അദ്ദേഹത്തിന്റെ അടുത്ത് ഏത് ചികിത്സയ്ക്കാ പോയത്? മെഡിറ്റേഷൻ ഇഷ്ടമുള്ളതുകൊണ്ട് പോയതാണ്. പക്ഷെ എനിക്കൊരു ബെൻഡ് ഉണ്ടായിരുന്നു. ബെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ നമുക്കൊന്ന് നിവർന്ന് നിക്കണം, അല്ലെങ്കിൽ നോർമൽ കേസിൽ ഇങ്ങനെ ഒരു ബെൻഡ്. പക്ഷെ അതിനെ കുറിച്ച് ഞാൻ ബോധേഡായിരുന്നില്ല, കാരണം അതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി പിന്നെ എന്നെ കസേരയിലാണ് സാധാരണ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കാറ്. 4 പ്രാവശ്യം പ്രപഞ്ചം നിരക്കി താഴെ ഇട്ടു. അങ്ങനെ കണ്ടോണ്ടിരിക്കുക. അല്ല, ഗുരുജി ഞങ്ങളുടെ അടുത്തില്ല, ഗുരുജി ദൂരെ എവിടെയാണ്. ഞങ്ങള് സൂം മീറ്റിൽ കാണുന്നു. ഗുരുജി കാണുന്ന തന്നെ മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് 1.5 മാസം കഴിഞ്ഞിട്ട് ഒരു റിട്രീറ്റിനാണ് ആദ്യമായിട്ട് ഗുരുജി കാണുന്നത് തന്നെ. മെഡിറ്റേഷൻ പോകാൻ കാര്യം എന്തായിരുന്നു? മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു. 5 മിനിറ്റ് വരെ ഇരിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ഞാൻ അപ്പത്തേക്ക് റെസ്റ്റ്ലെസ് ആയിട്ട് പോകും. അപ്പൊ ഗുരുജി ഇങ്ങനെ യൂട്യൂബിൽ ഇതുപോലെ തന്നെ കണ്ടിട്ട് ഗുരുജി ഇങ്ങനെ പറഞ്ഞു 45 മിനിറ്റിനുള്ളിൽ അനുഭവം കിട്ടും, അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. അല്ല, വേറെ അസുഖമൊന്നും ഉണ്ടായിട്ട് പോയതല്ല. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലാങ്ക് ആവുക, ഹൃദയത്തിന്റെ ഭാഗം അങ്ങനെ എന്താണ് എയർ കണ്ടീഷൻ ആകുന്ന ഒരവസ്ഥ.
അങ്ങനെയാ. അപ്പൊ മകളുടെ കയ്യിലോട്ട് കൊടുത്ത് അഡ്വക്കേറ്റ് ശ്രീജ ജയചന്ദ്രൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കുറച്ചു നാളത്തേക്ക് നിർത്തി വെച്ചേക്കാം. ഇപ്പൊ എക്സാമുകൾക്ക് അമ്മയുടെ ഈ അനുഭവം വളരെ എക്സൈറ്റഡ് ആണല്ലോ അമ്മ. കറക്റ്റ് ആണ്. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ടോ മെഡിറ്റേഷൻ? SMS മെഡിറ്റേഷൻ ഞങ്ങള് ഗുരുജിയുടെ അടുത്ത് ശിഷ്യത്വം സ്വീകരിച്ചിട്ട് ഞങ്ങൾ SMS താങ്കളെ എടുത്ത് തറയിലിട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് യോഗ ചെയ്യിപ്പിക്കും. എങ്ങനെ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയാ? ഗുരുജി പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ കള്ളത്തരം എന്ന് പറയുമല്ലോ. ഒരിക്കലും കള്ളത്തരമല്ല, കാരണം ഇത് അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. യോഗ ചെയ്യിപ്പിക്കും, കളരി ചെയ്യിപ്പിക്കും. നമുക്ക് നമ്മളുടെ ശരീരത്തിൽ തന്നെ പല അസുഖങ്ങളും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതെല്ലാം മാറി എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റും. സൺ മൂൺ സ്റ്റാർ, യെസ്, അതെന്തായിരിക്കും അത്? സണ്ണാണ് നമ്മുടെ സോഴ്സ്. സണ്ണില്ലാതെ ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും ഉണ്ടാവില്ല. മൂണാണ് നമ്മളുടെ ഈ തിരകൾ വരെ കൺട്രോൾ ചെയ്യുന്നത്. സ്ത്രീകളുടെ പീരീഡ്സ് ഇതെല്ലാം മൂണാണ്. പിന്നെ സ്റ്റാർസിന്റെ നിലനിൽപ്പാണ് നമ്മളുടെ തലയിലെഴുത്ത്. ഇതെല്ലാം ഇതിനെല്ലാത്തിനെയും കൂടി ധ്യാനിക്കാൻ പഠിപ്പിച്ചത് ഞങ്ങളെ ഗുരുജിയാണ്. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് അനുഭവസ്ഥനാണ്. ഞാനിതിനെ ഗുരുജിയുടെ കീഴില് ഗുരുജിയുടെ എന്താ അനുഭവം? എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ മെഡിറ്റേഷനിലെ ഭയങ്കര മാനസികമായിട്ടുള്ള സന്തോഷം കൊണ്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് എനിക്ക് മകളിൽ നിന്നാണ് കൂടുതൽ ട്രീറ്റ്മെന്റ് കിട്ടുന്നത്. മകളാണ് അല്ലേ? അതെ, മകൾക്കാണ് കൂടുതൽ. അതെ, അശ്വതി അവിടെ പോകണ്ടോ മെഡിറ്റേഷന്? മെഡിറ്റേഷൻ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്. അശ്വതി യൂട്യൂബ് വഴി കണ്ട് ചെയ്യോ അതോ? അല്ല, യൂട്യൂബ് വഴി കണ്ടിട്ടാണ്. അപ്പൊ ഗുരുജിയെ കാണാൻ പോയിട്ടില്ല, അവിടെ പോയില്ലയോ? മെഡിറ്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷത്തിന് ശേഷം ഒരു പരിപാടി ഉണ്ടായിരുന്നു, പ്രോഗ്രാം അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. ഓക്കെ, അശ്വതി എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഞാനിപ്പോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാണ്. അനുഭവം എങ്ങനെയാ? മെഡിറ്റേഷന് മുൻപ് ഞാൻ വളരെ ഓവർ തിങ്കിങ്, വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. വളരെ ഓൾറെഡി ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഊഹിക്കാവുന്നതാണല്ലോ. അപ്പൊ ഇതിപ്പോ അത് എല്ലാം ഇപ്പൊ ഉത്കണ്ഠയൊക്കെ മാറി, ആങ്സൈറ്റി ഒന്നും ഇല്ല ഈ മെഡിറ്റേഷനിൽ അല്ലേ? ഇല്ല, അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗുരുജി അടുത്തോട് ചോദിക്കാം. ഇത് ഒരുപാട് ആൾക്കാർ ഇത് ഇപ്പം മെഡിറ്റേഷൻ പണ്ട് എത്രയോ നൂറ്റാണ്ടുകളായ ആൾക്കാർ പിന്തുടരുന്ന സംഭവമാണ് അല്ലേ? അതെ. അപ്പം ഇതൊരു ശരിക്കും SMS എന്നുള്ളത് ഒരു പുതിയ സംഭവം. ഇതൊരു യുണീക് ടെക്നിക്കാണ്. പണ്ട് കാലത്ത് ഗുരുക്കന്മാർ ഈ സംവിധാനം ഉണ്ടായിരുന്നു, യാജ്ഞവൽക്കിന്റെ കാലത്തൊക്കെ. പിന്നീട് വന്ന തലമുറകള് സ്വയം ആർജിച്ച് ഈ ലെവലിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ ഈ മെഡിറ്റേഷൻ ടെക്നിക്കൊക്കെ മറന്നുപോയി. എനിക്കിങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പഠിച്ചത് ഞാൻ വർഷങ്ങളോളം തപസ് ചെയ്ത് തന്നെ നേടിയെടുത്തു. എവിടെ പോയി തപസ് ചെയ്തു? എന്റെ ജോലിക്ക് ഇടയിൽ സമയം കിട്ടുമ്പോ ഞാൻ തന്നെ ഹിമാലയത്തിലൊക്കെ പോകും. അങ്ങനെ എന്തെങ്കിലും? ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. 4 വർഷം ഇന്ത്യ മുഴുവൻ കറങ്ങി. അല്ല, ഇങ്ങനെ ഒരു ആൾക്കാരെ അങ്ങ് പഠിച്ചൊക്കെ ഈ മെഡിറ്റേഷൻ മറ്റുള്ള ജനങ്ങളിലേക്ക് പകരണം എന്ന് അങ്ങേക്ക് തോന്നാൻ കാര്യം എന്താ? കൊറോണ ടൈമിൽ കുറെ ആളുകൾ എന്നെ സമീപിക്കാൻ തുടങ്ങി. എന്റെ കുറച്ച് ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട് കോഴിക്കോട് സൈഡിലുള്ള. അവരാണ് എന്റെ അടുത്തേക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അവര് പറഞ്ഞു, നമ്മുടെ കുറച്ച് പേഷ്യൻസ് ഉണ്ട്, ഭയങ്കര ടെൻഷനും ആങ്സൈറ്റി ഒക്കെയാണ്, നോക്കാൻ പറ്റും. പ്രധാനമായിട്ടും അങ്ങ് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഉത്കണ്ഠ, പരിഭ്രാന്തി, ടെൻഷൻ ഇല്ല, അങ്ങനെയല്ല. ഒരു സിസ്റ്റമാറ്റിക് ലൈഫിലേക്ക് ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മദ്യപാനിയുടെ മദ്യപാനം നിർത്തി കളയാം, അല്ലെങ്കിൽ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം. മെയിൻ ആയിട്ട് പറഞ്ഞ മാനസികം, ശാരീരികം, സാമ്പത്തികം, ദാമ്പത്തികമുണ്ട്. ഡെഫിനറ്റ്ലി എല്ലാം വളരെ. സാമ്പത്തികം എങ്ങനെ നേരെയാക്കുന്നത്? തനിയെ ആയിക്കോളും, നമ്മളൊന്നും കഷ്ടപ്പെടണ്ട. അത് ശരി. എന്റെ വാഗത്താനം നിങ്ങൾ ഇതിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അല്ല, ഈ ഇവര് പറഞ്ഞ രണ്ടുപേരും പറഞ്ഞത് തമ്മിൽ തന്നെ പൊരുത്തപ്പെടുന്നില്ല. സ്വാമി പറഞ്ഞത് ക്യാൻസർ വരെ ചികിത്സ മാറ്റുമെന്നാ പറഞ്ഞത്. ടീച്ചർ പറഞ്ഞു എനിക്കൊരു അസുഖവും ഇല്ലായിരുന്നു, ഞാൻ ചുമ്മാ പോയി കസേര താഴെ വീണു എന്നുള്ള ആകെ ഒരു മെച്ചം കിട്ടുന്നത്. ഇത്രയും ശുദ്ധ താഴെ വീണതല്ല, പക്ഷെ അതിന് അവർക്ക് സൂം അല്ല സാറേ, അതിന് യൂട്യൂബ് വേണ്ടി വന്നു. സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പൊട്ടത്തരങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തില് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നടക്കും, വേറെ രാജ്യത്തും ഇവിടെ നടക്കുന്നില്ല. ക്യാൻസർ വരെ SMS എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നെ നേരിട്ട് പൊട്ടറെന്ന് വിളിക്കുന്നതിന് പകരം അതല്ല, ആസ്ട്രൽ ട്രീറ്റ്മെന്റ് പുതിയ കേൾക്കാം. നമ്മൾ ആയുർവേദം കേട്ടിട്ടുണ്ട്, മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി കേട്ടിട്ടുണ്ട്, യുനാനി അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ആസ്ട്രൽ മെഡിസിൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ഒരെണ്ണം ഞാൻ തന്നെ കണ്ടുപിടിച്ചു, തപസിരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇത് പണ്ടൊക്കെ പറയാം. ഇന്ന് യുഗത്തില് ഞാൻ തപസിരുന്നത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അഡ്വക്കേറ്റ് സാറേ, തെളിവില്ലാത്ത ഒരു കാര്യം അഡ്വക്കേറ്റ് പറയരുത്. നിങ്ങൾക്ക് എന്ത് രോഗമായിരുന്നുണ്ട് സാർ? 1 മിനിറ്റ് സാർ, ഇത് പറഞ്ഞിട്ടേ ഒരു രോഗം ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ
രോഗം ഉണ്ടായിരുന്ന സമയത്ത് തെളിവുകൾ വേണം. ദാറ്റ് മീൻസ് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ നടത്തിയിട്ട് ട്രീറ്റ്മെന്റ് നടത്തി ഇന്ന രോഗി ഇയാൾക്കുണ്ടെന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഇത്രയും ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ രോഗം ഇല്ല എന്ന് പറയണം. അല്ല ചുമ്മാ വന്നിരുന്ന് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു മാറി എന്ന് പറഞ്ഞാൽ എന്ത് യാഥാർത്ഥ്യമുള്ളത്. അപ്പൊ അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഗുരുജിയുടെ കീഴിൽ ഞങ്ങൾക്കൊരു റിസർച്ച് സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ റിസർച്ച് നടത്തുന്നുണ്ട്. എന്ത് റിസർച്ച്? വാട്ട് ഈസ് ദ മെത്തഡോളജി ഓഫ് യുവർ റിസർച്ച്? ഞങ്ങളുടെ ഗുരുജിയുടെ കീഴിൽ 9 ഡോക്ടേഴ്സ് അടങ്ങുന്ന റിസർച്ച് ഗ്രൂപ്പ് ഉണ്ട്. അവര് ഫസ്റ്റ് ഗുരുജി ഇപ്പൊ ഗുരുജിയുടെ 10 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ ആദ്യം ഈ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അവർക്ക് എന്ത് രോഗം ഉണ്ടെന്ന് ഡോക്ടേഴ്സ് മനസ്സിലാക്കി. ടീച്ചർ അങ്ങനെ കണ്ടുവന്നായിരുന്നോ? ടീച്ചർ അങ്ങനെ ട്രീറ്റ്മെന്റ് ടീച്ചർ നിന്നെ രോഗമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് പ്ലീസ് പ്രൊഡ്യൂസ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. അദ്ദേഹം ഈ മെഡിറ്റേഷൻ പഠിച്ചത് തന്നെ തപസ്സിൽ നിന്ന് പഠിച്ചുള്ള ആളാണ്. അതെ, ഹിമാലയൻ. അദ്ദേഹം സത്യത്തിൽ അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നുണ്ട്. നമുക്കതിനെ നിശ്ചയിക്കാൻ കഴിയില്ല. അദ്ദേഹം ആളെ കബളിപ്പിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. ആള് തന്നെ അതിൽ വിശ്വസിക്കുന്നു. പിന്നെ ആള് വിശ്വസിച്ച കാര്യം ആള് പുറത്തേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് വിടുന്നു. അതിൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കും, ശിക്ഷപ്പെടുന്നു. 100 പേര് അദ്ദേഹത്തിന്റെ ശിക്ഷപ്പെട്ടു. 4 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇവര് പറയുന്നു അവർക്ക് ഗുണമുണ്ടായിന്ന്. ബാക്കി 96 പേര് എന്താണ് പറയുന്നത് അവരെ നമുക്ക് അറിയില്ല. അപ്പൊ അവർക്കും ഗുണം ഉണ്ടായിന്ന ഉള്ളതായിരിക്കും. അതാര് പറയുന്നു? അവര് പറയുന്നു അന്തിക്കാട്. അത് നമുക്കൊന്ന് ചോദിക്കാം. സജീവൻ അന്തിക്കാട് സിനിമാ സംവിധായകൻ. ഒരു കാര്യം ചെയ്യാ, ഒരു 98 പേരെ എനിക്ക് ഇനി കൊണ്ടുതാ. നിങ്ങൾ അസുഖമുണ്ടെന്ന് നിങ്ങൾ സർട്ടിഫൈ ചെയ്ത് കൊണ്ടുതരണം. എന്നിട്ട് 10 ദിവസം ചലഞ്ചാണോ? അല്ല സാറേ, സാറിന്റെ സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതായിരിക്കും എളുപ്പം. അല്ല അതല്ല, അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞാണ് 98 പേര്. അല്ലെ, അതല്ലേ ഉദ്ദേശിച്ചു? അല്ലാതെ അവരിങ്ങോട്ട് വരുന്ന എളുപ്പം. അല്ലാതെ താങ്കൾ കാണുന്ന രോഗികളെ കാണാൻ കൊതിയൊന്നും ആ മനുഷ്യനില്ല ഉണ്ടെന്ന്. അല്ല സാറേ, ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്, ഞാനൊരു ഹിപ്നോട്ടിസ്റ്റ് എന്നുള്ള നിലയിലൊരു കാര്യം പറയട്ടെ. നിങ്ങൾ പറഞ്ഞ കാര്യം ഈ മെഡിറ്റേഷനിലൂടെ റിസൾട്ട് കിട്ടുന്നുണ്ടാവാം. അത് ഒരു പക്ഷേ നിങ്ങൾ ഈ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ടെൻഷൻ മാറി ആങ്സൈറ്റി മാറി സംഭവിക്കുന്നുണ്ടാകാം. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഒരിക്കലും ഒരു സൂപ്പർ നാച്ചുറൽ പവറും അവിടെ ഇടപെടുന്നില്ല. സംഭവിക്കുന്നത് പൂർത്തിയാക്കട്ടെ. ഹിപ്നോട്ടിസത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നമ്മുടെ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും. ആ ട്രാൻസ് സ്റ്റേറ്റിൽ സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഫോക്കസ്ഡ് അറ്റൻഷൻ ഉള്ള സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ആ സമയത്ത് നമുക്ക് സെൽഫായിട്ട് സജഷൻ കൊടുക്കാൻ പറ്റും. അതായത് യഥാർത്ഥത്തിൽ ഒരു സെൽഫ് ഹിപ്നോസിസിന്റെ സ്റ്റേറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. സെൽഫ് ഹിപ്നോസിസ് ശരിക്ക് നമുക്ക് ആങ്സൈറ്റി മാറ്റാൻ പ്രയോജനപ്പെടുത്താം, സ്ട്രെസ് മാറ്റാൻ പ്രയോജനപ്പെടുത്താം. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ ആങ്സൈറ്റി മാറി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കും. സ്ട്രെസ് മാറി എന്ന് പറയുന്നത് വിശ്വസിക്കും. ക്യാൻസർ മാറി എന്ന് പറയുന്നത് വിശ്വസിക്കില്ല. മറിച്ച് ഇതിന് സൂപ്പർ ക്യാൻസർ മാറിയെന്നല്ല അദ്ദേഹം പറഞ്ഞ, ക്യാൻസർ രോഗികൾ വരാറുണ്ട്. സൂപ്പർ നാച്ചുറൽ പവർ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ അംഗീകരിക്കും. മൈൻഡിന്റെ പവർ കൊണ്ട് ഇതുപോലെ പക്ഷെ ഇതിനെ നക്ഷത്രമായിട്ട് കൂട്ടിക്കെട്ടുന്നിടത്താണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ കൊണ്ടുണ്ട് ഹീലിംഗ്സ്, ഇതുപോലെയുള്ള ചെറിയ ഹീലിംഗ്സ് നടക്കാം. പക്ഷെ അതിനെ നക്ഷത്രമായിട്ട് സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് അല്ലേ? ഈ കുട്ടി പറഞ്ഞ എന്നാ സൺ, അതാണ് പ്രശ്നം എന്നാ പറഞ്ഞ. അത് സ്വാമിജി ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ ശ്രദ്ധിച്ച് കേൾക്കാം. സൂര്യന്റെ സഹായം ഇല്ലെങ്കിൽ ചേട്ടന്റെ പേര് പോലും പറയാൻ പറ്റില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ. മൂണിന്റെ സഹായം ഇല്ലെങ്കിൽ ചേട്ടന് ഇമ്മ്യൂണിറ്റിയും കിട്ടില്ല. നക്ഷത്രങ്ങളാണ് നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ചേട്ടനൊരു ഗേൾ ഫ്രണ്ടിന്റെ മെസ്സേജ് വന്നാൽ ചേട്ടന്റെ മാനസിക നില മാറുമോ? മാറോ ഇല്ലയോ? ഒരു മെസ്സേജ് വന്ന വീട്ടിലിരിക്കുന്ന ഗേൾ ഫ്രണ്ട് നിർദോഷമായ ഒരു ഉദാഹരണം പറഞ്ഞത് ബഹുമാനിക്കുക വേണ്ടത്. ഒരു മനഃശാസ്ത്രം. ഡാനിയൽ ഡെന്നറ്റ് എന്ന് പറയുന്ന ആളെ ഫോക്ക് റിലീജൻ എന്ന് പറഞ്ഞൊരു സാധനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഹിപ്നോട്ടിസം, അതുപോലെ തന്നെ ഇൻജക്ഷന്, ഇൻഹലേഷൻ ഓഫ് ഹാലൂസിനേഷൻ, ഇവയെല്ലാം ഹാലൂസിനേഷൻ ഇതെല്ലാം വഴി പ്ലാസിബോ ഇഫക്ട് ഉണ്ടാകുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ശരീരം സ്വയം പ്രതിരോധിക്കുന്ന ഇത്തരം ഘട്ടങ്ങളിൽ ചിലപ്പോൾ ചില സ്ട്രെസ്സുകൾ റിലീസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഹാലൂസിനേഷൻ ഉപയോഗിക്കും. ദാറ്റ് ഈസ് ജസ്റ്റ് പ്ലാസിബോ ഇഫക്ട്, നോട്ട് അറ്റ് ഓൾ എ റെമഡി. അപ്പൊ ഇതുകൊണ്ടാണ് ഇങ്ങനെ ഇതിന്റെ പുറകെ പോകുന്ന ആളുകളെയാണ് ഫോഗ് റിലീജൻ എന്ന് പറയുന്നത്. തിയററ്റിക്കലായിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ആധുനിക ശാസ്ത്രമാണ്. അദ്ദേഹം ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കി വായിച്ചുകൊണ്ടിരിക്കുക. ഇത് മുഴുവൻ പറയുന്ന ഇൻഫർമേഷൻ ആണ്. ഞാൻ പറയുന്ന പ്യുവർ നോളജ് ആണ്.
ഇത് information ആണല്ലേ? ഇത് പറയുന്ന മുഴുവൻ ഇൻഫർമേഷനാ. ഞാൻ അനുഭവിച്ച സത്യങ്ങളാ പറയണത്. ഞാൻ ഇതിനകത്ത് ചോദിക്കുന്നത് അത്ഭുത രോഗശാന്തി എന്നുള്ളതായിരുന്നല്ലോ മാറ്റർ. അതിലേക്ക് പോവാ. അപ്പോ ഇവർ ഇത്രയും നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് SMS ട്രീറ്റ്മെന്റ് എന്നാ. ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒരു സെക്കൻഡ്, ആ വ്യത്യാസം ഈ പ്രപഞ്ചത്തിൽ there are 14 dimensions in this space. നമ്മൾ ജീവിക്കുന്ന വെറും 3rd ഡയമെൻഷനിലാണ്. നമുക്ക് ഈ 3rd ഡയമെൻഷനിലുള്ള വസ്തുക്കളെ കാണാനും സ്പർശിക്കാനും മാത്രമേ നമുക്ക് സാധ്യമാവുള്ളൂ. പക്ഷെ ഇവിടെ 14 ഡയമെൻഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരു സ്ഥലത്ത് ശാന്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ ആസ്ട്രൽ ബോഡി ആക്ടിവേറ്റ് ആവും. അതായത് സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ 7 സൂക്ഷ്മ ഘടകങ്ങൾ ചേർന്നതാണ്. അത് നിങ്ങളുടെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അനദർ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ഉണ്ടായിരുന്ന പുരാതന ഗുരുക്കന്മാരായിട്ടുള്ള ചരക ശുശ്രുത ഗുരുക്കന്മാർ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന മെത്തേഡ് ഇതാണ്. എന്ത് ട്രീറ്റ്മെന്റ് അവിടെ നടക്കുമോ നമ്മുടെ ബോഡിയിൽ അത് റിഫ്ലക്റ്റ് ആവും. നമ്മുടെ ബോഡിയിൽ ആ അസുഖം മാറുകയും ചെയ്യും. നമ്മൾ മോഡേൺ സയൻസിനെ പണ്ട് കാലങ്ങൾ മുതൽ വലുതാക്കി മാത്രം കണ്ടിരുന്നു. കാരണം ആത്മീയതയെ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് സയൻസ് വളർന്ന് ആത്മീയതയ്ക്ക് തുല്യമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതാണ് സൺ മൂൺ സ്റ്റാർസിനെ ധ്യാനിച്ചുകൊണ്ട് പുരാതന ഗുരുക്കന്മാർ ചെയ്തു വന്നിരുന്ന ഒരു രീതി എന്നാ പറയുന്നത്. അങ്ങനെ ഒരു രീതിയും ഇതുവരെ ആരും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സാറ് തന്നെ ധ്യാനിച്ചുണ്ടാക്കിയ ഒരു സിസ്റ്റം അല്ലാതെ ഇതുവരെ ഉള്ള ധ്യാനത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ധ്യാനമൊക്കെ അംഗീകരിക്കുന്ന മെഡിറ്റേഷൻ ആർക്കും ചെയ്യും. സെക്കൻഡറി ഹൈപ്പർ ടെൻഷന് മെഡിക്കൽ സയൻസ് കോസ് ഉണ്ട് എന്നാ പറയുന്നത്. നിങ്ങൾക്ക് അതുപോലത്തുള്ള ഹൈപ്പർ ടെൻഷൻ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ വാ, ആളെ കൊണ്ടുതാ ട്രീറ്റ് ചെയ്ത് ആളെ കൊണ്ട് തരൂ. ചലഞ്ച് ഏറ്റെടുക്കോ? പിന്നെന്താ? ഇത് ചലഞ്ച് അല്ല, സത്യമായിട്ടുള്ള കാര്യം. ചലഞ്ച് അപ്പൊ ഈ സാധാരണ മെഡിക്കൽ സയൻസ് പറയുന്നത് സെക്കൻഡറി ഹൈപ്പർ ടെൻഷന് കോസ് ഉണ്ട് എന്നാ. എന്തെങ്കിലും കോസ് ഉണ്ടാവും, ആ കോസ് മാറ്റാൻ പറ്റുമോ? ഇവിടെ ഒരാള് പറഞ്ഞു കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. മനസ്സിന് 7 തലങ്ങളുണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ്. പഴയ സയൻസ് ആണ്. സൂര്യനും നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന നക്ഷത്രം എത്രയോ 100-ലേറെ വർഷങ്ങൾക്ക് മുമ്പുള്ള നക്ഷത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ആ നക്ഷത്രത്തെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനെ ഇപ്പൊ ഇവിടെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഗേൾ ഫ്രണ്ടിന്റെ മെസ്സേജ് വന്നാൽ നമുക്ക് ഇത്ര പെട്ടെന്ന് അല്ലല്ല, അത് തന്നെ മാനസിക തലത്തിൽ മാറ്റം വരും. ഇപ്പോഴും ഈ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം വിട്ടില്ലേ? അതെ, ഇല്ലില്ല. അല്ല, വേറെ കാര്യം അദ്ദേഹത്തിന്റെ ആത്മീയതയെ കുറിച്ച് ഉദാഹരണം, ആത്മീയതയ്ക്ക് ഒരു സ്വയം ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അനിൽകുമാർ, നമ്മൾ ഈ പുരുഷന്മാർക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന ഗേൾഫ്രണ്ടിന്റെ കാര്യം പറയുമ്പോഴേ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ അമ്മിണി സർക്കാർ ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാ, ഗുരുവായൂരിൽ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങൾ ഈ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആയുർവേദത്തില് ഈ മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ആളല്ലേ? ഓക്കെ. അപ്പൊ ധ്യാനം ഒരു യാഥാർത്ഥ്യമാണ്. യോഗയുണ്ട്, മെഡിറ്റേഷൻ, ക്രിയായോഗ. എന്തിനാ പഠിപ്പിക്കുന്നത്? ഓഷോ മെഡിറ്റേഷൻ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കാണോ? അല്ല, അത് വേണ്ടതിന് വേണ്ടവർക്ക് കൊടുക്കും. ഈ ഓഷോ ഇതുമായിട്ട് മിക്സ് ചെയ്യാൻ കാര്യം എന്താ? ഓഷോയുടെ മെഡിറ്റേഷൻ 2003 പഠിച്ചിട്ടുണ്ട്. ആ മെഡിറ്റേഷന്റെ സാധാരണ ഇപ്പം സ്വാമിജി പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ധ്യാനത്തിലേക്ക് നിശ്ചലമായിരിക്കാൻ സാധ്യമല്ല. കാരണം ശരീരം ഇളകി ചിന്തകളും ജോലിയൊക്കെ ആയിട്ട് ജീവിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓഷോ അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ശരീരം ഇളകി ചെയ്യുന്ന തരം കുറേ ടെക്നിക്സ് ഉണ്ട്. അവസാനം നമ്മൾ മെഡിറ്റേഷനിലേക്ക് സ്വാഭാവികമായിട്ട് വരും. അത് ലോകം മുഴുവൻ നോക്കിയാൽ ഇപ്പോ ഏറ്റവും നമുക്ക് കാണാവുന്ന ഏറ്റവും വലുത് സൗരയുധം. സൂര്യൻ നടുക്കുണ്ട്, ബാക്കിയെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ആറ്റം, സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺസ് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബോഡിയും നമ്മൾക്കിത് സോളിഡ് ആണെന്ന് തോന്നുന്നേ ഉള്ളൂ, പക്ഷേ കോടിക്കണക്കിന് ആറ്റങ്ങൾ ചേർന്നാണ്. ആറ്റം എന്ന് പറയുമ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് സോളിഡായിട്ട് തോന്നുന്നെങ്കിലും ആറ്റത്തിന്റെ ആറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ സ്പന്ദിക്കുന്ന ഒരു ശരീരം മാത്രമാണിത്. അപ്പോ അതുകൊണ്ടാണ് ആ നിശ്ചല ഏറ്റവും ഉള്ളില് ആത്മാവെന്ന് പറയുന്നത് അത് ട്രീറ്റ്മെന്റ് അല്ല. നമുക്ക് എല്ലാവർക്കും ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആങ്സൈറ്റി ഒക്കെ മാറിയിട്ട് നമ്മള് ധ്യാനം കൊണ്ട് നേടുന്ന ആ ഒരു മാഡം പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഒരു പേഴ്സണലായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ട്രീറ്റ്മെന്റ് ആക്കി മാറ്റി അതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അല്ലെ, കമേഴ്ഷ്യലൈസ് ചെയ്യുന്നു? അല്ല, മേഡം ചെയ്യുന്നില്ലല്ലോ. ഗുരുജിയാണ് അത് ചെയ്യുന്നത്. അല്ല, അദ്ദേഹം കമേഴ്ഷ്യലൈസ് ചെയ്യുന്നു. അതെ, ഞാൻ പറയട്ടെ.
56 ഈ റെമഡീസ് ആക്ട് ഉണ്ടല്ലോ, ഡ്രഗ്, അത് വെച്ച് ഇത്തരം സാധനങ്ങള് പ്രചരിപ്പിക്കുന്നത്, ചികിത്സ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് 6 മാസം തടവിൽ കിടക്കാനുള്ള ശിക്ഷയാണ്. അത് മനസ്സിലാക്കണം. ഇപ്പോഴേ ഞാനിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യണില്ല. അസുഖം എന്നെ പലതരത്തിലുള്ള ആളുകൾ സമീപിക്കുന്നു, അവർക്ക് അസുഖം മാറുന്നു അവരാ പറയണത്. ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്. രോഗശാന്തിയുടെ പേരിലും ട്രീറ്റ്മെന്റിന്റെ പേരിലും ഒക്കെ ഒരുപാട് തട്ടിപ്പ് നടത്തുന്നുണ്ട്. പക്ക കച്ചവടമാക്കി ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രോഗശാന്തിയാണ്, അത്ഭുതമാണ്, അടയാളമാണ്, ട്രീറ്റ്മെന്റ് ആണ് ഇതെന്ന് എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് അടിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇവിടെ ഇന്ന് പല മേഖലകളിലും. ആത്മീയത്തിലാണേലും ട്രീറ്റ്മെന്റിനാണേലും മുക്കാ തട്ടിപ്പും ബാക്കി വെട്ടിപ്പോവാൻ നടത്തിയിരിക്കാം. ഭാരതീയ സംസ്കാരത്തില് ഈ പറഞ്ഞ തട്ടിപ്പില്ല. ബെന്തിക്രോസിലുണ്ട് തട്ടിപ്പ്. പിന്നെ ആയിക്കോട്ടെ, ഞാൻ അടുത്തിരിക്കും. അതിനകത്താണ് ഇതാണ് ഈ ചീത്തപ്പേര് ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ സനാതന ധർമ്മം. ഭാരതീയ ചിന്തയിൽ 9 ചിന്തകളുള്ളത്. അതിൽ 6 ചിന്തകൾ നാസ്തികമാണ്, 2 ചിന്തകൾ അർത്ഥനാസ്തികമാണ്. വേദാന്തം മാത്രമേ ഉള്ളൂ ആസ്തിക ചിന്ത. അപ്പൊ ഇതിൽ ഏതാണ് ഈ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗം എന്ന് വ്യക്തമാക്കിയാൽ ഈ ചേട്ടൻ പറയണത് മുഴുവൻ ഇൻഫർമേഷൻ ആണ്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ചരിത്രവും ആചാരവും മനസ്സിൽ ജീവിക്കുമ്പോ അതിനൊരു ദർശനം ഉണ്ടാവും. ഈ ചേട്ടന് ദർശനം കിട്ടിയ ആ ദർശനമാ പറഞ്ഞത്. ഈ ചേട്ടന് ദർശനം കിട്ടിയ അല്ല, സാറി പറയുന്നതിനകത്ത് ഈ നോളജിനകത്ത് എവിടെയാണ് തെളിവുള്ളത്? ഞാൻ പറഞ്ഞല്ലോ. അല്ല, എനിക്ക് ഇൻഫർമേഷൻ നോളജ് ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഗുരുജിയുടെ കീഴിൽ ഞങ്ങൾക്കൊരു റിസർച്ച് ടീം ഉണ്ട്. ഒരുപാട് പേരുടെ ഷുഗർ ഇതുപോലെ മാറിയിട്ടുണ്ട്, ക്യാൻസർ മാറിയിട്ടുണ്ട്. പിന്നെ എന്റെ അമ്മ പറഞ്ഞ പോലെ ഇത് അനുഭവിച്ചറിയേണ്ടതാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനുഭവിച്ചറിയേണ്ടതാ. കാരണം 45 മിനിറ്റ് സൂര്യന്റെ മുമ്പിൽ പോയി ധ്യാനിച്ച്, കണ്ണടച്ച് സൂര്യനെ ധ്യാനിച്ച് ഗുരുജി പറയുന്ന അനുസരിച്ച് അതിന് ഗുരുജിയുടെ ശിഷ്യത്വം വേണം. വെറുതെ പോയി സൂര്യന്റെ മുമ്പിൽ ഇരുന്നാൽ കരിഞ്ഞു പോവും. ഇപ്പൊ രാമായണത്തിൽ തന്നെ പറയേണ്ട അഗസ്ത്യൻ ഈ നമ്മുടെ ശ്രീരാമന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അഗസ്ത്യൻ സൂര്യന്റെ മന്ത്രം. അപ്പൊ വെറുതെ പോയി ഞാൻ സൂര്യന്റെ മുമ്പിൽ ഇരുന്ന ഞാൻ കരിഞ്ഞു പോകും. പക്ഷെ അതിന് ഗുരുജിയുടെ ശിഷ്യത്വം ആവശ്യമാണ്. ശാസ്ത്രലോകം വിളിച്ചു പറയുന്നത്, ശാസ്ത്രലോകം പറയുന്നത് ഓസോൺ ലെയറുകൾക്ക് കിഴുത്തമിട്ടിരിക്കുന്നു. പ്രകാശം കൂടുതൽ അടിച്ചാലുണ്ടല്ലോ വല്ല ക്യാൻസർ പോലുള്ള അസുഖം ഉണ്ടാവും. വളരെ സൂക്ഷിച്ചു. ഒരു സംശയം സാർ, ഒരു സംശയം. ഗുരുജിയുടെ അടുത്ത ഒരാള് SMS മെഡിറ്റേഷൻ വന്നാൽ എത്ര രൂപ ഫീസ് തരണം? ഇവിടെ പൈസ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക. 500 രൂപ രജിസ്ട്രേഷൻ ഫീസ്. ഇനി ഈ യുക്തിവാദി സംഘത്തിന്റെ ചേട്ടനോട് ഒരു മറുപടി പറഞ്ഞോട്ടെ. ഇത് ഇന്ത്യയിൽ മാത്രമേ നടക്കത്തുള്ളൂ. നല്ല ചേട്ടാ, ഈ സ്പിരിച്വൽ ഹീലിംഗ് സെന്ററുകൾക്കും മെഡിറ്റേഷൻ സെന്ററുകൾക്കും ഏറ്റവും കൂടുതൽ സാധ്യത ഇത് വിദേശ രാജ്യത്താണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 600ഓളം പേരോട് അഭിമുഖം എടുത്തിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ പറയാണ്. ആ ഇരിക്കുന്ന ഗുരുജിയെ എതിർത്തുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കരമായ രീതിയിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊന്നും ഇവിടെ ഇരുന്ന് ആരും ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പിന്നീട് ഇദ്ദേഹത്തിന്റെ മെഡിറ്റേഷൻ ചെയ്ത അനുഭവസ്ഥരായ ഒരുപാട് പേർ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാതിരിക്കാം. പക്ഷെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ആശ്വാസം കിട്ടിയ ഒരുപാട് പേരെ ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ അടുത്തേക്ക് ആളുകൾ ചെല്ലുന്നത് പ്രശ്നങ്ങൾ കൊണ്ടാണ്, 100 പ്രശ്നങ്ങളുമായിട്ടാണ് പോകുന്നത്. അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ? ഇപ്പൊ ക്യാൻസർ മാറുമോ എന്ന് ചോദിച്ചില്ലേ, ഇല്ലാന്നാണ് അവിടുന്ന് മറുപടി പറഞ്ഞത്, ശ്രദ്ധിക്കാതെ പോയി. ഇവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ ആശ്വാസം കിട്ടുന്ന 99% പേർക്കും ആശ്വാസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഗുരുജിയുടെ കാര്യത്തിൽ മാത്രമല്ല പറഞ്ഞത്, ഈ ഇരിക്കുന്ന പ്രാർത്ഥന, മെഡിറ്റേഷൻ. ഞാൻ ഡോക്ടർ ബാബു ജോർജിന്റെ അടുത്തൊന്ന് പോട്ടെ. അങ്ങയുടെ ആർച്ച് ബിഷപ്പാണ്, അങ്ങ് പെന്തക്കോസ്റ്റൽ ട്രീറ്റ്മെന്റിൽ വിദഗ്ധനാണ്. ഈ അത്ഭുത രോഗശാന്തി യാഥാർത്ഥ്യമാണോ? യെസ്, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആളത്. അതെങ്ങനെ? എൻ്റെ ഒരു ഭാഗം തളർന്നു പോയ ആളാ. ആ തളർന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കി. അങ്ങ് ചികിത്സ നടത്തിയിട്ടില്ല? ഈ പ്രാർത്ഥനയും അല്ലാതെ? ഞാൻ ആസ്പത്രിയിലായിരുന്നപ്പോൾ ചികിത്സയിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് പോയിട്ട് ചികിത്സിച്ചിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് മരുന്ന് കൊണ്ട് പ്രയോജനപ്പെട്ടില്ല. ആർച്ച് ബിഷപ്പ് എന്ന് പറയട്ടെ. മരുന്ന് കൊണ്ട് പ്രയോജനപ്പെടാതിരുന്നപ്പോൾ അല്ല, അങ്ങ് എത്ര കാലം എടുത്തു? 2 ആഴ്ച കാലം. നല്ല വിദഗ്ധരായ ഡോക്ടേഴ്സ് നോക്കി. എല്ലാരും നോക്കിയപ്പോഴും കാലങ്ങ് പോയി. ഇടത് കാലായിരുന്നു. 2 കാലും പോയി, ഒരുപോലെ തളർന്നു. അതിനുശേഷം എഴുന്നേറ്റ് നടക്കാൻ വയ്ക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ തിരുവത്താഴ് ശുശ്രൂഷ എന്ന് പറയും, യേശുക്രിസ്തുവിന്റെ തിരുശരീരവും രക്തവും അതിനെക്കുറിച്ച് ഓർമ്മിച്ചും ധ്യാനിച്ചും കൊണ്ട് അത് ഭക്ഷിച്ചു.
അത് മുഖാന്തരം ഞാൻ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ വടി കൊണ്ട് നടക്കുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞത് ചക്ക വെട്ടി കിട്ടുന്ന പോലെ വീഴും വടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. ഇപ്പം അങ്ങ് വാക്കർ ഉപയോഗിക്കുന്നില്ലയോ? ഞാൻ ഒരു സ്റ്റിക്കർ ഒരു ചെറിയ ചോദിച്ചത് അങ്ങനെ ആ ട്രീറ്റ്മെന്റിന്റെ IP ടിക്കറ്റ് ഒക്കെ ഒന്ന് കാണിക്കുവോ? പിന്നെ ഈ കണ്ണാടി എടുത്തിട്ട് ഫാസ്റ്റർ രോഗശാന്തി ശുശ്രൂഷക്കാരനായ അങ്ങനെ കണ്ണാടി വെച്ചു കൊടുക്കുന്നത്. ഞാൻ രോഗശാന്തി അല്ല, നിങ്ങൾ എന്തിനാ കണ്ണാടി വെച്ചോളെ? സത്യസന്ധമായിട്ട് പറ. ഞാൻ രോഗശാന്തി ശുശ്രൂഷകനാണെന്ന് ഞാൻ പറഞ്ഞു. കണ്ണാടി എന്ന് പറയുന്ന നിങ്ങൾ എന്തിനാ കണ്ണാടി വെക്കുന്നത്? ഞാൻ സയൻസ് ശാസ്ത്ര വിശ്വാസിയാണ്. നിങ്ങൾ എന്തിനാ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അല്ല, നിങ്ങൾ കണ്ണട വെക്കുന്നത് എന്തിനാ? കണ്ണു കാണാന്. അല്ല, കോട്ടയം ജില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട് പെന്തിക്കോസുകാരുടെ ഒരു കോട്ടയാണ്. ഞാൻ ഒരു പെന്തിക്കോസ് കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച ആളാണ്. അയ്യോ, അതുകൊണ്ടാ പറഞ്ഞ ഈ പെന്തിക്കോസുകാരുടെ സകല തട്ടിപ്പും വെട്ടിപ്പും എനിക്കറിയാം. സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാനുമായിട്ട് ഒരു പള്ളിയിൽ ഉണ്ടായിരുന്നു. നല്ല കാര്യം. അദ്ദേഹം 84 വയസ്സുള്ള അദ്ദേഹം കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ഒരു അസുഖവും ഇല്ല. അറിയാമല്ലോ, സത്യമാണല്ലോ. അറിയാമല്ലോ. അപ്പം എക്സസൈസ് എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്താൽ പല അസുഖങ്ങളും മാറും. നല്ല എക്സസൈസ്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരു കാര്യം ഈ പ്രായത്തിൽ ആവേശം നല്ലതല്ല. ഇത് കേക്ക്. ഞാൻ ഇപ്പോഴാണ് ഭാഗത്താണ് വേറെ അത്ഭുതം കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിന് 2 മൈക്കുണ്ട്. ഒരു ഹെഡ് ഓൺ മൈക്കും ഉണ്ട്, ഒരെണ്ണം ഹാൻഡ് മൈക്കും ഉണ്ട്. ഇതിപ്പോ പല ആസ്പെക്ടില് ഗോത്രൂ ചെയ്തിട്ടുണ്ട്. അതിലെ ഓരോരോ ആസ്പെക്ടും എനിക്ക് അറിയുന്നത് ഞാൻ പറയാം. തുടങ്ങിയാലോ? ആയിക്കോട്ടെ. ഹിന്ദു സംസ്കാരത്തെ പറ്റിയാണല്ലോ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ 6 ദർശനങ്ങളുണ്ട് പോസിറ്റീവായിട്ടുള്ള വേദത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് മീമാംസ, യോഗ, പിന്നെ ലാസ്റ്റ് ഫുൾ മെഡിറ്റേഷൻ തപസ്സിലേക്ക് പോകുന്നത്. ഈ യോഗ വരുന്നത് ഓൾറെഡി ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ആയുഷ് മെഡിക്കൽ സിസ്റ്റത്തിന്റെ കീഴിലാണ് യോഗ വരുന്നത്. അതിൽ വരുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ. സോ മെഡിറ്റേഷൻ ഈസ് ഓൾറെഡി അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ്. അത്രയും ഒരു 5.5 വർഷത്തെ കോഴ്സ് ഒരു ആള് പഠിച്ചിറങ്ങാണ്, നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇപ്പോൾ അത് മെഡിക്കൽ നോളജ് ഇല്ലാതെ ഒരാൾ ഇങ്ങനെ അത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ഒരു മെഡിക്കൽ പ്രാക്ടീസ് കൊണ്ടുവരുന്നത് നല്ലതല്ല. ഇറ്റ് വിൽ ലീഡ് ടു എറേഴ്സ്. ഗുരുജി പറയുന്ന മെഡിറ്റേഷൻ കൊണ്ട് രോഗങ്ങൾ മാറുമോ? അതിനെപ്പറ്റി എനിക്ക് ആധികാരികമായി പറയാൻ അതെനിക്ക് അറിയില്ല. മെഡിറ്റേഷൻ ഈസ് അപ്രൂവ്ഡ്. മെഡിറ്റേഷൻ ഈസ് അപ്രൂവ്ഡ്. ഈ മെഡിറ്റേഷൻ വിജ്ഞാന ഭൈരവ തന്ത്ര പ്രകാരം 112 മെഡിറ്റേഷൻ ടൈപ്സ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി വൺ ഓഫ് ദം. ഈ പണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും മെഡിക്കൽ സിസ്റ്റം പ്രാർത്ഥനയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. പ്രാർത്ഥന കൊണ്ട് ഫലം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഇത്രയും കാലം ഉണ്ടായിട്ടും മെഡിക്കൽ സിസ്റ്റം വളരെയാണ് ചെയ്തത്. ഓക്കെ, ഇതും തളർന്നില്ല, ഇതും കൂടെ വളരുന്നുണ്ട്. അതില് ഒരു റിസർച്ച് സ്റ്റഡി നടത്തിയത് ഫ്രാൻസിലുള്ള ലോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 1859 to 2006 വരെ നടത്തിയതിൽ 200 മില്യൺ ആൾക്കാരിൽ 1000 കേസസ് ആണ് അവർ ക്യൂർ ചെയ്തു എന്ന് പറഞ്ഞത്. ആ 1000 കേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ പെർസെന്റേജ്? 0.005%. എന്റെ ക്ലിനിക്കിൽ അതിൽ കൂടുതൽ 60 to 80% ക്യൂർ നടക്കുന്നുണ്ട്. ഈ ഒരു 0.005%ന് വേണ്ടിയിട്ടാണോ ഇത്രയും പബ്ലിസിറ്റി കൊടുക്കേണ്ടത്? അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റംസ് ഇവിടെ നിലവിലുള്ളപ്പം ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ഒരു സിസ്റ്റം വളർത്തിയെടുക്കുക. ശാസ്ത്രീയമായിട്ട് തെളിയിച്ച മെഡിക്കൽ രംഗത്ത് മെഡിക്കൽ വഴി പോയാൽ മതി. ഓക്കെ, രോഹിത്, എന്റെ ഒരു സംശയം, ഈ തസ്മൈ ഗുരുജിയുടെ കാര്യത്തിൽ താങ്കൾ എതിർത്ത് തുടങ്ങിയെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ താങ്കൾ കുറച്ച് അനുഭവത്തിനെ കണ്ടപ്പോൾ താങ്കൾ അദ്ദേഹത്തിന് അഡിക്റ്റ് ആയതുപോലെ തോന്നുന്നു. അഡിക്റ്റ് അല്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ തസ്മൈ ഗുരുജിയെ പോലെ ഒരു 600ഓളം പേരെ കണ്ടിട്ടുണ്ട് ഇതുവരെ എന്റെ ലൈഫിൽ. അതെന്താ കാര്യം? ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് ഇതാണ് ഒരു സ്പിരിച്വൽ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം ഇദ്ദേഹം സംസാരിക്കുന്നതെല്ലാം വ്യക്തമായിരുന്നില്ല. അതായത് ഒരു തമാശ രൂപേണ പല കാര്യങ്ങളും അവതരിപ്പിച്ചു പോയി. പിന്നീടാണ് എനിക്ക് മനസ്സിലായി ഇത് വെറും ഒരു പ്രാർത്ഥനയോ ഒരു അരമണിക്കൂർ ധ്യാനിച്ചിരിക്കുന്ന പരിപാടിയല്ല. ഇതിനൊരു ജീവിതചര്യ തന്നെ പുള്ളി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 മണിക്ക് ശേഷം ഇവരാരും ആഹാരം കഴിക്കത്തില്ല. 3 മണിക്ക് ഇവർ എഴുന്നേക്കും. 4 മണിക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ്. അതിനുശേഷം വ്യായാമ മുറകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്തൊരു ജീവിതചര്യ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയിട്ടുള്ള ആളുകൾക്ക് രോഗശാന്തി മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലും ഇത് ഗുണപ്രദമാണെന്ന് കരുതുന്നു. 100%. അല്ല, ഞാന് ഒരു പാസ്റ്ററാണ്. അതെനിക്കറിയാം. എനിക്ക് ചെറുപ്പത്തിലെ രോഗസൗഖ്യത്തിൽ കൂടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ അറിയാനിടയായി തീർന്നത്. ഈ കിഡ്നി സംബന്ധമായ 2 വൃക്കകളും തകർന്ന് ഒരുപാട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തു. ഈ കൈക്ക് അല്ല, കിഡ്നി ഇത് ഇവിടെ ആയിരുന്നു അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലിൽ കിടന്നു. അവസാനം ലാസ്റ്റ് മൊമെന്റ് പ്രയറിൽ കൂടെ, പ്രാർത്ഥനയിൽ കൂടെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു. അങ്ങനെ ഒരു രക്ഷയുടെ അനുഭവം കിട്ടി. എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് രോഗസൗഖ്യം കിട്ടിയാലും അത് താൽക്കാലികമാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു നിത്യജീവൻ തരുന്ന ഒരു അനുഭവം, രക്ഷയുടെ അനുഭവം എന്റെ ഉള്ളിലേക്ക് വന്നു. ഇപ്പൊ ഞാൻ പ്രാർത്ഥന കൊണ്ട് അപ്പൊ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുക, എത്ര രോഗസൗഖ്യം, ഏതൊക്കെ മതങ്ങൾ മെഡിറ്റേഷൻ ചെയ്താലും, ഏതൊക്കെ പാസ്റ്റർ പ്രാർത്ഥിച്ചാലും, ഏതൊക്കെ അച്ഛൻ പ്രാർത്ഥിച്ചാലും, സൗഖ്യം കിട്ടിയാലും
ഒരു ദിവസം ഇവിടുന്ന് മരിക്കും. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സകല രോഗങ്ങളും മെഡിറ്റേഷനിൽ കൂടെ ആണെങ്കിലും എന്താണെങ്കിലും ഒരു കാര്യം ഓർത്തോണം, അത് താൽക്കാലികമാണ്. അതിനപ്പുറത്ത് ഒരു നിത്യജീവൻ യേശുക്രിസ്തുവിലൂടെ പ്രാപിച്ച ആ രക്ഷ എൻ്റെ അനുഭവത്തിലുണ്ട്. ഇന്നുകൊണ്ട് നാളെ രോഗം ബിബ്ലിക്കലി ഞാൻ വിശ്വസിക്കുന്ന പവിത്ര സംഗതിയായിരിക്കുന്ന ബൈബിൾ. പിന്നെ സാറേ ഒരു കാര്യം കൂടെ പറയാം. തട്ടിപ്പെന്ന് പറഞ്ഞ ഈ ഞാൻ പറയാം, ഇതിനകത്ത് രോഗസൗഖ്യത്തിന്റെ ഇടയിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എല്ലാ പെന്തക്കോസുകാരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. 12 ശിഷ്യന്മാർ യൂദാ കള്ളനായിരുന്നു. അപ്പൊ എല്ലാരെയും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. മരുന്ന് കഴിക്കുന്നുണ്ടോ അറിയാം? ഇല്ല, മരുന്നില്ല. കിഡ്നി രോഗം ഉണ്ടായിരുന്നുള്ളതിന് തെളിവ് വല്ലതും കയ്യിലുണ്ടോ? ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. കംപ്ലീറ്റ് ക്യൂർ ആയി എന്നുള്ളൊരു തെളിവുണ്ടോ? കംപ്ലീറ്റ് ക്യൂർ ആയി എന്നുള്ള തെളിവുണ്ടോ? എവിടെയാ ട്രീറ്റ് ചെയ്തത്? മുത്തൂറ്റായിരുന്നു ഹോസ്പിറ്റലിൽ. രാജൻ ഡോക്ടർ. പത്തനംതിട്ട തിരുവല്ലയാണ് തട്ടിപ്പുകാരുടെ. ഞാൻ ആദ്യം പറഞ്ഞു ആദ്യം അദ്ദേഹത്തിന് രോഗം ഉണ്ടായിരുന്നുള്ള തെളിവ് കാണണം. അത് കഴിഞ്ഞ് അദ്ദേഹം ട്രീറ്റ് ചെയ്യാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് രോഗം മാറി എന്നുള്ളൊരു തെളിവ് വേണം. ഈ തെളിവില്ലാതെ ഇവിടെ വന്നിരുന്നുകൊണ്ട് എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി. അങ്ങനെ പാപത്തിൽ മാത്രമല്ല അദ്ദേഹം പറഞ്ഞു പാപത്തിൽ നിന്നാണ് രോഗമെന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന കൊണ്ട് കിഡ്നി രോഗം സുഖപ്പെട്ടെന്ന് പറഞ്ഞാല് ഈ കിഡ്നി രോഗത്തിൽ ചികിത്സിച്ച ഡോക്ടർമാരെല്ലാം പണി പോകും. അതാണ്. അപ്പൊ അനുഭവത്തെ കണ്ടിക്കാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്. അല്ല, ഈ പെന്തക്കോസ്റ്റിന്റെ വിഷയം പറഞ്ഞതുകൊണ്ട് അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങളെ പ്രിൻസ് നിലമ്പൂർ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഐഡി എടുത്ത് നോക്കുക. അതിനകത്ത് പെന്തക്കോസിനകത്ത് നിന്നുള്ള ഈ ഒന്നുകൂടെ ഒരു വാക്കൂടെ ചേർത്ത് പറയണമെങ്കിൽ ന്യൂജൻ, ഈ പുതിയ കാലഘട്ടത്തിൽ വന്ന ജെൻസി എന്ന് പറയാൻ പറ്റില്ല, അത് ഇപ്പത്തെ പിള്ളേരാ. കാരണം അങ്ങനെ വന്നിട്ടുള്ള ആളുകളിൽ കള്ളപ്രവചനം, വ്യാജ രോഗശാന്തിയും കൊണ്ട് നടന്നിട്ടുള്ള ഒരുപാട് ഫ്രോഡുകൾക്കെതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തും അവര് രോഗശാന്തി എന്ന് പറഞ്ഞു വിട്ടേക്കുന്ന ആളുകളുടെ വീട്ടിൽ തപ്പിപ്പോയി പിടിച്ച് വീഡിയോസ് ചെയ്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ ഇതിനോട് അത് അങ്ങ് ജീവിച്ചിരിക്കുന്നല്ലോ. 8 കേസുണ്ട്. അത് പറയാം സാർ, അതൊന്ന് പറഞ്ഞോട്ടെ. വെറും ഇതായി പോവല്ലേ. ഈ ഇങ്ങനെ തെറ്റായ പ്രവചനം, രോഗശാന്തി തട്ടിപ്പുകൾ ഉണ്ട് എന്ന് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗശാന്തി തട്ടിപ്പാണോ? അല്ല, അതാ പറയാൻ വരുന്നത്. ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്, യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥന കൊണ്ട് സൗഖ്യം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അല്ലെ, നിങ്ങൾക്ക് എവിടെ വെച്ചാ മാറ്റം ഉണ്ടായത്? അതും പറഞ്ഞു. നിങ്ങൾ ഒരുപാട് തട്ടിപ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ റിയാലിറ്റി അറിയാവുന്നത് കൊണ്ടാണ് ഫേക്ക് ആയതിനെതിരെ പ്രതികരിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ അപ്ലോഡ് ചെയ്ത സ്റ്റോറി എല്ലാം തെറ്റായിരുന്നു. തെറ്റായ രീതിയിൽ ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ രീതി ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ വിമർശിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, അതായത് രോഗശാന്തി ശുശ്രൂഷ എന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന് താങ്കൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ? രോഗശാന്തി ശുശ്രൂഷ തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താ രോഗശാന്തി ശുശ്രൂഷയുടെ പേരിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. തട്ടിപ്പിനെതിരായിട്ടായിരുന്നു വീഡിയോ. പിന്നെ എഴുന്നേറ്റോ ചേട്ടൻ മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയുള്ളതെല്ലാം പറയണ്ടേ? രോഗശാന്തിയുടെ പേരിൽ കച്ചവടം നടത്തുന്നവരുണ്ട് പെന്തിക്കോസിനകത്ത്. പച്ച കച്ചവടം. കാരണം കാശ് കിട്ടണം. ഇവിടുന്ന് പ്ലെയിനെ കയറുമ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോയാൽ, ഞാനൊക്കെ പ്രസംഗിക്കാൻ പോയാൽ എന്നാ രോഗശാന്തി അത്ഭുതം ഉണ്ടെന്ന് പറഞ്ഞ് പോകത്തില്ല. പിന്നെ കിട്ടിയോ? പ്ലെയിനെ കയറുമ്പോൾ കൊടുക്കരുതേ. പ്രവാചകന്മാരായി അവിടെ ചെന്നിട്ട് വട്ടം കെട്ടി ചുറ്റിക്കെട്ടി പോരാടുന്ന പോരാട്ടത്തിന് ബന്ധനവും കെടുതികളും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന കള്ളപ്രവാചകന്മാരും കള്ള രോഗശാന്തിക്കാരും ഉണ്ട്. അത് സത്യമാണ്. അതെന്ന് പറഞ്ഞാൽ ടെലിവിഷനകത്തോട്ട് ഇങ്ങനെ കാണിക്കുക, ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇത് ഒരു കുന്തവും നടന്നിട്ടില്ല. പക്ഷെ യഥാർത്ഥം ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഞാൻ ഇന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. നിങ്ങൾ മിണ്ടായി, ഞാൻ പറഞ്ഞു കേൾക്കട്ടെ. ഞാൻ വ്യക്തിപരമായി രോഗശാന്തി അനുഭവിച്ചിട്ടുള്ള ആളാ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ ബ്രദർ സുരേന്ദ്രൻ എന്നെ അങ്ങോട്ട് പറയാൻ പോവാ. പറഞ്ഞു കേൾക്കുക. എന്നോട് പറഞ്ഞു, തൊട്ടടുത്ത പാലസ് ലാൻഡ് അമ്മച്ചിയുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. ഞാനും വൈഫ് കൂടെ അവിടെ ചെന്നു. സുജ വീൽ ചെയറിൽ ഇരിക്കുമായിരുന്നു. കീമോ ചെയ്യണം, ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ വന്ന സമയം സ്പീഡിൽ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു. ഗുളിക കഴിക്കാൻ ഇടയാവുള്ളേ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം ദൈവത്തിന്റെ കയ്യില്ല, നമ്മൾ ഒന്നുമല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ അവൾ അസുഖം ഭേദം വീൽ ചെയറിൽ എഴുന്നേറ്റ് നടക്കുക. ടിക്കറ്റ് എടുത്തു തരാം, റീജിയണൽ ക്യാൻസർ സെന്റർ വരെ പോകണം, എവിടെ വേണേലും വരാം. സാറ് പറയുന്നത് വരാം. രോഗശാന്തി ഉള്ളതാണ്. പക്ഷെ ഈ പറഞ്ഞ കണക്ക് തട്ടിപ്പ് ഇതിനകത്തുണ്ട്. വ്യാജന്മാർ ഒത്തിരി ഉണ്ട്.
ഈ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തു എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തു. ബൈബിള് പറയുന്നത് ലോകത്തിലെ മാനവജാതിയുടെ ഏക രക്ഷകൻ യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തു എന്ന് പറയുന്നത് വ്യക്തിയാണ്. അതാണ് സുവിശേഷം. ഈ സുവിശേഷം എഴുതിയത് തന്നെ ഒരു ഡോക്ടറാണ്, ലൂക്കോസ് എന്ന് പറയും. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നത് ഈ യേശുക്രിസ്തു തന്നെ പുസ്തകം എടുത്ത് യെശയ്യാ പ്രവചനം എടുത്ത് വായിച്ചിട്ട് തന്നെ കുറിച്ചുള്ള പ്രവചനം പറഞ്ഞുകൊണ്ട് താൻ പറയുന്ന കാര്യം ഇതാണ്. താൻ വ്യക്തമായി പറയുന്നു, ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണെങ്കിലും എല്ലാ രോഗികളെയും സൗഖ്യമാക്കുന്നില്ല. എന്താ ദൈവത്തിന് അങ്ങനെ ഒരു വിവേചനം? അതാ എഴുതി വെച്ച് പറയട്ടെ. അതെ, ദൈവത്തിന് അങ്ങനെ വിവേചനം പാടില്ലല്ലോ. കാരണം വിവേചനം വെച്ചാൽ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷെ ഈ സ്നേഹിക്കുന്ന നിങ്ങൾ കേക്ക്. യേശു പറഞ്ഞു, ഇസ്രയേലിൽ അനേക വിധവന്മാരുണ്ടായിട്ടും സരപത്തേലെ വിധവയുടെ അടുക്കലേക്ക് മാത്രമാണ് ഏലിയാവിനെ അയച്ചത്. അപ്പോ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസിക്കത്തില്ല, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് പ്രയോജനമില്ലാത്തതുകൊണ്ട് വിട്ടു. വിശ്വസിക്കാത്തവർ നടക്കത്തില്ല. അങ്ങേടുത്ത് നടക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് പാസ്റ്റർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ക്രിസ്തു വിശ്വസിച്ചാൽ മാത്രമേ രോഗം മാറത്തുള്ളൂ. അല്ലാതെ പിന്നെ അതാണ് ഈ തട്ടിപ്പ്. കാരണം ഈ തിരുവല്ല മേഖലയിൽ ഈയിടെ ഒരു പാസ്റ്റർക്ക് കർത്താവിന്റെ SMS കിട്ടി. SMS കിട്ടി. പുള്ളി ഇത് വീഡിയോ കൊണ്ട് കാണിച്ചു. ഞങ്ങളുടെ അവിടെ ഒരു പാസ്റ്റർ മകന് 1 കോടി രൂപ ചില്ലുവാനം പ്രാർത്ഥിച്ചോടനെ അക്കൗണ്ടിൽ വന്നു. ഒറ്റ പ്രാവശ്യം കാണിച്ചുള്ളൂ, പിറ്റേ ദിവസം കാണിച്ചില്ല കേട്ടോ. അപ്പൊ ഇത്തരം തട്ടിപ്പുകള് ഇതാ പറയുക ഉഡായിപ്പിന്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയുള്ള ഇവിടെ ഈ മേഖലയിലാണ്. അപ്പൊ ഈ കർത്താവ് കള്ളനോട്ടും നല്ല നോട്ടും ഭയങ്കര കുഴപ്പമാണ്. ഇവര് പറയുന്നു സത്യസന്ധരായ ആത്മീയതയായിട്ട് നടക്കുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഇതിനെങ്ങനെ തിരിച്ചറിയും? ഈ ആത്മീയത ഇവര് കച്ചവടം ചെയ്യാണോ? എന്താണ് എന്റെ ദുരുദ്ദേശം? ഇത് നോക്ക്. ആ ഇരിക്കുന്ന എന്റെ വൈഫാണ്. ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോലി ചെയ്ത ആളാണ്. 2016 പാർക്കിൻസൺ എന്ന രോഗം വന്നിട്ട് നമ്മുടെ ഇവിടെ ലക്ഷോർ ആശുപത്രി കൊണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഈ രോഗത്തിന് മരുന്നില്ല. ഞങ്ങൾ ആകെ തകർന്നു പോയി. ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്ത് ഒപ്പിടാൻ പോലും പറ്റാത്ത സാഹചര്യം, തല ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ രോഗത്തെ ദൈവം അത്ഭുത സൗഖ്യം കൊടുത്ത് പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുത്ത് സംശയിച്ചു. കോവിഡ് കാലത്ത് കൃപാസനം ജോസഫ് വരെ കോവിഡിനകത്തായിരുന്നു. പണ്ട് കാലത്ത് മെഡിസിൻ ഇല്ലാത്ത ചില രോഗങ്ങളുണ്ടായിരുന്നു. വസൂരി, ചിക്കൻ ബോക്സ്, ഇതിനൊക്കെ അന്ന് മെഡിസിൻ ഇല്ലായിരുന്നു. കുറെ കഴിയുമ്പോ ചിലപ്പോ ആ അസുഖം വന്ന് ശരീരമൊക്കെ പൊട്ടി ചേർത്ത് അത് എന്റെ ജലങ്ങളൊക്കെ പോയി കഴിയുമ്പോ അസുഖം മാറാറുണ്ട്. ഒരു പ്രാർത്ഥനയും വേണ്ടായിരുന്നു. ചിക്കൻ ബോക്സും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോഴാണ് അതിനൊക്കെ മെഡിസിൻ ഉണ്ടായ. അപ്പൊ അത് പ്രാർത്ഥനയിൽ പ്രയറിൽ കയറ്റാൻ കൊള്ളാമോ? 2016 തോപ്പുംപടിയിൽ വെച്ച് ഞങ്ങളുടെ IPCയുടെ ജനറൽ കൺവെൻഷൻ നടക്കുക. ആ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പം ഞങ്ങളുടെ സണ്ണി അലക്സാണ്ടർ പാസ്റ്ററാണ് പുതിയ സെൻട്രൽ പാസ്റ്റർ. അതിനു മുമ്പിരുന്ന പാസ്റ്റർ KC ഷാമുവല പാസ്റ്ററിനെ അതിഥിയായിട്ട് വിളിച്ചു. പാസ്റ്റർ അന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് പറഞ്ഞു, ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നലെ എനിക്ക് ഒരു ദൈവിക ദർശനം ഉണ്ടായി, രോഗികൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ പാസ്റ്റർ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആരാധനയ്ക്ക് വന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ ബൈബിളില് രക്തസ്രാവക്കാരി രോഗി പല ഡോക്ടർമാരാൽ ചികിത്സിച്ചിട്ട് അവർക്ക് സൗഖ്യമാകാതെ വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ വസ്ത്രത്തിന്മേൽ തൊട്ടപ്പോൾ അവർക്ക് സൗഖ്യം വന്നു. അങ്ങനെ പലരെയും യേശുക്രിസ്തു സൗഖ്യമായത് വായിച്ചിട്ടുള്ളതും പ്രസംഗിച്ചിട്ടുള്ളതും ഒക്കെ എൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് വേണ്ടിയാണ് പാസ്റ്ററോട് ദൈവം സംസാരിച്ചത്, പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യമാകും. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചതും എൻ്റെ രോഗം മാറി. എൻ്റെ പാർക്കിൻസൺ മാറി. അന്ന് മുതൽ ഇല്ല, എനിക്ക് ഇപ്പൊ 10 കൊല്ലമായി. എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ വീട്ടിലുള്ള ജോലികളും എല്ലാം ഞാനാ ചെയ്യുന്നത്. ഇത് കാശുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് എന്ന് പറയാനല്ല. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശുക്രിസ്തുവിലൂടെ അത്ഭുത രോഗസൗഖ്യമുണ്ട്. അത് പറയാൻ തന്നെ സംസാരിച്ചിട്ടില്ല. ഈ രോഗശാന്തി ശുശ്രൂഷയിലൂടെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റൂ? രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും. ഏതൊക്കെ രോഗങ്ങൾ ഭേദമാക്കാൻ പറ്റും? ഒരു ലിമിറ്റുമില്ല, എല്ലാ രോഗവും. പിന്നെ ആശുപത്രികൾ വേണോ? ആശുപത്രികളും വേണം. നിങ്ങൾ ജീവിച്ച് ഭേദമായില്ലെങ്കിൽ അവിടെ കൊണ്ടുവിടാൻ? അങ്ങനല്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ, യേശുക്രിസ്തുവിന്റെ രോഗസൗഖ്യം ഉണ്ടോ? അതുണ്ട്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശു ക്രിസ്തുവിന്റെ അടുത്ത് പോകാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പാകത്താനം ചോദിച്ചൊരു ചോദ്യം, കോവിഡ് കാലത്ത് നിങ്ങൾ എങ്ങോട്ട് പോയിരുന്നു? കോവിഡ് കാലത്തോ? കോവിഡ് ആരാ വരുത്തിയത്? ജനങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ദൈവം അയച്ചാണെങ്കിലോ? ആരയച്ചത്? അതെന്നാ ദൈവമാവേ? ദൈവം മനുഷ്യനെ ഉപദ്രവിക്കാനാണോ നിങ്ങൾ? അല്ലല്ല, അങ്ങനെ ചിന്തിക്കണ്ട. ദൈവത്തിന്റെ പണി മനുഷ്യനെ ഉപദ്രവിക്കാന്നുള്ള. കോവിഡ് കാലത്ത് എന്റെ മകൾ വിദേശത്തായിരുന്നു. കോവിഡ് വന്നു. എവിടെയായിരുന്നു? UK-ലായിരുന്നു. കോവിഡ് വന്ന് അവൾ ശ്വാസം പിടിച്ച് മരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. ആ സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് അവൾ അത്ഭുത സൗഖ്യം പ്രാപിച്ച് ദൈവസന്നിധിയിൽ ആ UK-യുടെ പ്രദേശത്തായിരിക്കുന്നു. അതുകൊണ്ട് കോവിഡിന്റെ സമയത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള അനേക വിഷയങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക്, മരണത്തോടെ മല്ലടിച്ചവർക്ക് വിടുതലുണ്ടായി. കോവിഡ് വന്ന മാഡത്തിനും കോവിഡ് വന്നു. മാഡം ഒന്ന് പറയൂ. കോവിഡ് വന്ന് പ്രാർത്ഥിച്ചോ? ആശുപത്രി പിന്നെ എങ്ങനെ അസുഖം ഭേദമായി? അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ ഒരു പവറുണ്ട് മാറി. അതിനെ ഞങ്ങൾ എതിർത്തിട്ടില്ലല്ലോ. ഇവിടെ രോഗം പ്രാർത്ഥിച്ചില്ലെങ്കിൽ മാറും, അതേപോലെ തന്നെ മരുന്ന് കഴിച്ചിട്ട് മാറും എന്നീ കാര്യങ്ങളെ ഞങ്ങൾ എതിർത്തിട്ടില്ല. അതേപോലെ തന്നെ രോഗശാന്തി, ഈ രോഗശാന്തി നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ശരിയല്ല. അതായത് രോഗശാന്തി വേണം. ദൈവവചനം ഇങ്ങനെ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. വിശ്വസിക്കുന്നവർ മുഖാന്തരമായി നടക്കുന്നത്. ഞാൻ പറയാം. മത്തായി സുവിശേഷം പറയുന്നത് ഒരിടത്ത് അദ്ദേഹം പറയുന്ന 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടത് കൊണ്ട് ഒരു മുഴം പോലും നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്ന്. പിന്നെ എന്തിനാണ് ഈ പാസ്റ്റർമാരൊക്കെ കിടന്നത്? രോഗസൗഖ്യം കിട്ടിയാലും കിട്ടിയില്ലേലും ഈ ലോകത്തിൽ നമ്മൾ മരിക്കും, അത് ഉറപ്പാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ബൈബിളിൽ ഒരു മനുഷ്യനുണ്ട്, പൗലോസ് എന്ന് പറയും. അദ്ദേഹം 3 വട്ടം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന്റെ രോഗം എന്ത് ചെയ്തില്ല, മാറിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ദൈവം സംസാരിച്ചു, യേശുക്രിസ്തു ദൈവം സംസാരിച്ച ഒരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അതുകൊണ്ട് മെഡിറ്റേഷനിൽ കൂടെ ആണെങ്കിലും ആഹാരം മാറ്റിവെച്ചാണെങ്കിലും ഏതൊക്കെ രീതിയിലാണെങ്കിലും ഇവിടെ രോഗസൗഖ്യം കിട്ടിയാലും മനുഷ്യൻ ഇവിടെ മരിക്കും. ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുന്നത് ആന്തരിക സൗഖ്യമാണ്. കാരണം യായിറോസിന്റെ മോളെ എന്ത് ചെയ്തു? യേശു ഉയർപ്പിച്ചു. ഇവിടെ വീട്ടിൽ വെച്ച് ഉയർപ്പിച്ചു. ബൈബിളിലെ കാര്യം പറയുന്നുണ്ട്. വഴി വെച്ച് നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ശ്രദ്ധിക്കണം, ലാസറിനെ പറഞ്ഞേക്ക് ബൈബിളിലുള്ള. പക്ഷെ ഒരു കാര്യമുണ്ട്, അവര് പിന്നെ മരിച്ചു. അവര് സൗഖ്യം കിട്ടിയവർ മരിച്ചു. യേശു അവരെ ഉയർപ്പിച്ചിട്ട് മരിച്ചു. മരണമല്ല ഇവിടെ വിഷയം. എല്ലാവരും മരിച്ചോണ്ടിരിക്കുക. ഇന്നലെ നടന്ന കാര്യവും ഇന്ന് നടക്കുന്ന കാര്യവും നാളെ നടക്കാനിരിക്കുന്ന കാര്യം എഴുതിയിരിക്കുന്ന ഒരേ പുസ്തകമുള്ളൂ, സത്യവേദ പുസ്തകം. കഥയല്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം വായിക്കും. ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല. കോഴിക്കോട്ട് ഈയിടെ ഒരു ഫാമിലി 75-45 ലക്ഷം രൂപ ഇതുപോലെയുള്ള പ്രാർത്ഥിച്ച് നന്നാക്കാന്ന് പറഞ്ഞ് ഒരു ഭാര്യ ഭർത്താൻ വേണ്ടി 45 ലക്ഷം രൂപ മുങ്ങിയിട്ടുണ്ട്. പ്രകൃതിദത്ത പ്രസവം നടത്തണമെന്ന് പറഞ്ഞ് വീട്ടിൽ പ്രസവിപ്പിച്ച് ബ്ലീഡിങ് വന്നിട്ട് അമ്മയും കുഞ്ഞും മരിച്ചു. ഇതൊക്കെ കേരളത്തിൽ നടക്കുക. ഇത് തട്ടിപ്പോയതല്ലോ, ഞങ്ങൾ എതിരാതിന്. ഡോക്ടർ എന്തോ പറയുന്നു? ഡോക്ടർ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോ ഈ ശരീരം മാത്രമല്ല, അതിനുള്ളിൽ മനസ്സുണ്ട്. മനസ്സ് എനർജിയാണ്, അല്ല ഒരു അവയവമല്ല. അപ്പോ മനസ്സുകൊണ്ട്, മനസ്സിനുള്ളിലാണ് ശരീരം ഞാൻ പറയും. മനസ്സുകൊണ്ട് മാറാത്ത ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഏത് മെഡിറ്റേഷൻ ചെയ്താലും പ്രാർത്ഥന ചെയ്താലും മനസ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ എനർജി ഹീലിംഗ് നമ്മുടെ അല്ല, ഞാൻ ചോദിക്കുന്നത് ശരീരം ഭേദമാകാതെ മനസ്സിന് എന്തെങ്കിലും ചികിത്സ നടത്തിയിട്ട്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മള് പത്രത്തിലൊക്കെ കേൾക്കാറുള്ളതാണ്, മകൻ മരിച്ച വാർത്ത കേട്ട് അമ്മ ഹൃദയം പൊട്ടി മരിച്ചു. ഭർത്താവ് മരിച്ച കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ ഹൃദയം പൊട്ടി മരിച്ചു. അങ്ങനെയൊക്കെ വരുന്ന വാർത്ത ഉടനെ നമ്മുടെ ഉള്ളില് ആ എനർജി ബ്ലോക്ക് ഉണ്ടാവുന്നതാണ് കാരണം. ഹൃദയം എന്നുള്ള അവയവം പൊട്ടുന്നതല്ല, നമ്മുടെ ഉള്ളിലെ എനർജിക്കാണ് എനർജി ബ്ലോക്ക് അവിടെ. ഡോക്ടറെ കാർഡിയോളജിസ്റ്റുകൾ ഇവിടെ ഇല്ല. ഞാൻ പറയാം, ഈ തലച്ചോറിലെ എൻഡോർഫിനുകൾ എന്ന് പറയുന്നതാണ്. തലച്ചോറിലെ എൻഡോർഫിനുകളും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഡൈമോർഫിനും തുടങ്ങിയിട്ടുള്ള, അതായത് ശരീരത്തിന് പെട്ടെന്ന് മനസ്സിനെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കുകയും അതുണ്ടാക്കുന്ന ഹോർമോണുകൾ പെട്ടെന്ന് പ്ലാസിബോ ഇഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. ഈ പ്രാർത്ഥനയിലും അനുഷ്ഠാനങ്ങളിലും മന്ത്രവാദത്തിലും ഒക്കെ ഇത്തരം ഈ ഹോർമോണുകൾ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് രോഗശാന്തി ഉണ്ടായി എന്നൊരു പ്ലാസിബോ തോന്നുന്നത്. അത് ഒരു ദിവസത്തേക്കേ കാണൂ, അല്ല 2 ദിവസത്തേക്ക് കാണൂ. വളരെ പെട്ടെന്ന് രോഗം ഗുരുതരമായിട്ട് മാറുകയും ഇവർ പറയും ഇതാണ് ഈ ക്യാൻസർ പ്രാർത്ഥിച്ചപ്പോൾ കുറഞ്ഞു പറയുന്നത്. ഈ പറയുന്ന എൻഡോർഫിനുള്ള പ്രവർത്തനം കൊണ്ട് അത് നമ്മൾ കള്ളു കുടിച്ചാലും, അത് നമ്മൾ സിഗരറ്റ് വലിച്ചാലും, ഈ പറയുന്ന അതുപോലെയുള്ള
സാധനങ്ങൾ ഉപയോഗിച്ച് കഞ്ചാവ് വലിച്ചാൽ ഈ പറയുന്ന എൻഡോർഫിൻ ഉണ്ടാവും. അപ്പൊ അത് മനഃശാസ്ത്രപരമായിട്ടുള്ള അതിന്റെ ഒരു വിശദീകരണമാണ്. യുക്തിവാദത്തിന്റെ പല ചിന്തകളോട് പറഞ്ഞു. അദ്ദേഹം ഇവിടെ പറയുന്നത് മുഴുവൻ യുക്തിവാദത്തിൽ അടിസ്ഥാനമായ ചോദ്യം. ആരെങ്കിലും അനുഭവം പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇതൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. ഞാൻ ഒറ്റ കാര്യം പറയാം. നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഈ ബൾബുകൾ നോക്കിയാൽ തന്നെ ഒരു 1000-ലധികം ബൾബുകളുണ്ട്. ഇതെല്ലാം തന്നെ ഏതെങ്കിലും മനുഷ്യൻ ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിയതാണ്. നമുക്ക് കുടിക്കാൻ തന്ന വെള്ളം ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ തന്നെ സമുദ്രം, ഭൂമി, ആകാശം, വൃക്ഷലതാദികൾ ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു ശക്തി ഉള്ളതിനെയാണ് ഞങ്ങൾ ദൈവം എന്ന് പറയുന്നത്. അത് യുക്തിവാദി അംഗീകരിക്കില്ല. എന്നിട്ട് ഗൂഗിളിൽ തപ്പി കഥ പറയാ. സാറിന്റെ മറുപടി ഒക്കെ നെറ്റ് തീർന്നാ തീരും. ഇന്റർനെറ്റ് തീർന്ന സാറിന്റെ മറുപടി യുക്തിവാദിയോടൊരു ചോദ്യം. സ്നേഹം, നീതി, മനസാക്ഷി ഇത് തെളിയിക്കാൻ പറ്റുമോ? പിന്നെ സംശയമില്ല. അതൊന്നും തെളിയിക്കില്ലാത്തോ ഞാൻ കൊള്ളൂ. സ്നേഹം, നീതി, മനസാക്ഷി മനസാക്ഷിയുള്ള ഒരിക്കലും ദൈവത്തിന് യുക്തിവാദിക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ലാത്തതും മനസാക്ഷി പുള്ളി പറഞ്ഞാൽ മതി. അത് അദ്ദേഹം മാത്രം പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അദ്ദേഹത്തിന് അവകാശവാദം ആ പറച്ചിൽ തന്നെ അദ്ദേഹത്തിന് മനസാക്ഷിയില്ല. ആ പറച്ചിൽ തന്നെ ഉണ്ടല്ലോ ഒരു മനസാക്ഷി സ്നേഹമില്ല എന്നുള്ളത്. മനസ്സ് എന്ന് പറയുന്നത് അല്ല, മനസ്സെന്ന് പറയുന്ന തലച്ചോറ് എന്ന് പറയുന്ന ഭൗതിക വസ്തുവിന്റെ പ്രോഡക്റ്റ് ആണെന്ന് മനസ്സ്. തലച്ചോറിന് ഖേദം പറ്റിയാൽ തലച്ചോറിന് അതിന്റെ മനസ്സ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മനസാക്ഷിയാണ് നിങ്ങളുടെ. നിങ്ങൾ പോയി ഏതെങ്കിലും പുസ്തകം വായിക്കേ, സൈക്കോളജിയെ കുറിച്ചുള്ള ബേസിക് പുസ്തകങ്ങൾ വായിക്കേ, അല്ലെങ്കിൽ തലച്ചോറിനെ കുറിച്ച്. തലച്ചോറിലെ മനസ്സിരിക്കണെന്ന് സത്യം പറഞ്ഞല്ലോ, ഒരു രോഗശാന്തി ഇല്ലാതെ എന്റെ അസുഖം എല്ലാം മാറിക്കൊണ്ടു. എനിക്കൊരു ചോദ്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു ഡയബറ്റിക് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നു. അത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഡിസീസ് ആണോ? ഡയബറ്റീസ് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. ഒരിക്കലും പറ്റില്ല. നിങ്ങൾ രണ്ടും കൂടെ പറയില്ല. ഞാനല്ല അവിടെ ചോദ്യം ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. പിന്നെ അത് പറ്റില്ല നിങ്ങൾ പറഞ്ഞ എങ്ങനെയാ? അത് ഞാൻ പറയാം. അല്ല കലാട്ടെ, അതെങ്ങനെയാണെന്ന് ഗുരുജി പറയും. നിങ്ങൾ ഇന്ന് മോഡേൺ മെഡിസിൻ പറയുന്നത് സിംറ്റമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. മരുന്ന് കൊടുത്ത് അതിനെ റെഗുലൈസ് ചെയ്ത് കൊണ്ടു നടക്കാണ്. പക്ഷെ ഇവിടെ നമ്മുടെ പാൻക്രിയാസ് പഴയ ലെവലിലേക്ക് തിരിച്ചു വന്നാൽ, അത് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ ഗ്ലൂക്കോസിൽ ഇൻസുലിൻ വരണം. അതാണ് പറയണത്, ഞാനല്ല. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുടെ സഹായത്തോടെ നിങ്ങളുടെ തലയിലെഴുത്ത് മാറും. ഗുരുജി പറഞ്ഞ പോലത്തെ ട്രീറ്റ്മെന്റ് ഒരു നോർമൽ പേഴ്സൺ എടുക്കാൻ പറ്റും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ? എല്ലാവർക്കും കൊടുക്കാം. അതെങ്ങനെ? അത് എങ്ങനെയെന്ന് ചോദിക്കില്ല, നിങ്ങൾ വരണം. അല്ലാണ്ട് അവിടെ ഇരുന്നിട്ട് ചോദിച്ചാൽ എങ്ങനെ ശരിയാവണത്? ഒരു നോർമൽ പേഴ്സൺ, ഒരു ജെൻസി. സർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മരുന്നില്ല എന്ന് പറയുന്ന ഒരു അസുഖമാണ് എയ്ഡ്സ്. അത് നിങ്ങളുടെ ഈ അത്ഭുതമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മെഡിറ്റേഷൻ വെച്ച് മാറ്റാൻ പറ്റുമോ? 2 പേഷ്യന്റ് ഇപ്പൊ എന്റെ അടുത്തുണ്ട്. എയ്ഡ്സോ? എന്നാ എന്റെ നാട്ടിലേക്ക് വരുമോ? ഞാൻ വന്ന എന്തിനാ? നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വന്നാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 20-25 പിള്ളേരുണ്ട് എയ്ഡ്സ് ഉള്ളത്, ഈ മയക്കമരുന്ന് വേണ്ടി ഇഞ്ചക്ഷൻ എടുത്തിട്ട്. അവരുടെ എല്ലാവരുടെയും എയ്ഡ്സ് നിങ്ങൾക്ക് മാറ്റി തരാൻ പറ്റുമോ? ആ 25 പേഷ്യന്റ് തന്നെ അവിടെ സീക്രട്ട് ആയിട്ട് കളക്ട് ചെയ്യുക. ഞാനൊരു വണ്ടിയും വിട്ടു തരാം, എക്സ്പെൻസും തരാം. നമുക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവിടാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ നമുക്കൊരു ലെറ്ററിൽ എഴുതി മേടിക്കാം. ഞാനൊരു ആത്മീയ ഗുരുവാ. ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി ഉണ്ടാക്കി നിങ്ങൾ എന്നെ സമീപിക്കണം. പഞ്ചസാര ഒരിക്കലും ഉറുമ്പിന്റെ അടുത്തേക്ക് പോകാറില്ല. മനസ്സിലായല്ലോ? ഉറുമ്പ് പഞ്ചസാരനെ മനസ്സിലായോ? അപ്പൊ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് മോനി പറയുന്ന ആളുകളെ കൊണ്ട് സമീപിക്കുക, എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അവർക്ക് മാറിയോ ഇല്ലോ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അത് എന്റെ ഡ്യൂട്ടിയല്ല. കുറച്ച് മുന്നേ മൈൻഡിനെയും ബ്രെയിനിനെയും പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈക്വൽ ടു MC² മീൻസ് മൈൻഡ് എന്തൊരു മാറ്ററിനും ഒരു എനർജി ഫോം ഉണ്ടാവും. സോ മൈൻഡ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഒരു എനർജി ഫോം ആണ്. സൈക്കോളജിയിൽ പ്രെയർ എന്ന് പറയുന്നത് കൊഗ്നീഷൻ ലെവലിലോ ഇമോഷണൽ ലെവലിലോ ഡിഫറൻസ് വരുത്താൻ പറ്റുന്നതാണത്. അത് ഇറ്റ്സ് എ കോൺസെൻട്രേഷൻ. ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എനിത്തിങ് യു ക്യാൻ പോയിന്റ്. ഓക്കെ, അതില് ഇത് കഴിഞ്ഞിട്ട് ഈ എന്താണ് മെഡിറ്റേഷൻ ലെവലിൽ വരുമ്പോൾ എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗയില് 8 കാര്യങ്ങളിൽ 6ാമത്തെ കാര്യമാണ്. സോ ആദ്യത്തെ 5 കാര്യം കഴിഞ്ഞിട്ട് വേണം ഈ മെഡിറ്റേഷൻ ലെവലിലേക്ക് പോകാൻ. അത് പോയിട്ടില്ലെങ്കിൽ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്ത് കാര്യത്തിനും അത് കറക്റ്റ് രീതിയിൽ പോയിട്ടില്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയോ എറേഴ്സിന് ചാൻസ് കൂടുതലായിട്ട്
ഈ ട്രീറ്റ്മെന്റ് തെറ്റായ ദിശയിലേക്ക് നമ്മൾ ഡയറക്ഷൻ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഡയബറ്റീസിന്റെ ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഒരു ക്യൂർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ കോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര ടൈപ്പ് കോസ് ഉണ്ട്? ഒരു ഡയബറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പല കോസുകളുണ്ട്. വെദർ ഇറ്റ് ഇസ് ഡ്യൂ ടു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, ഈസ് ഇറ്റ് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ അറിയാത്ത കോസ് കൊണ്ടും വരാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ ക്യൂർ ഡിപ്പെൻസ് ഓൺ, അത് ക്യൂർ ആണോ മാനേജ്മെന്റ് ആണോ, രണ്ട് സിറ്റുവേഷനാണ് പേഷ്യൻസിന് വരിക. മാനേജ്മെന്റ് അപ് ടു അതായത് കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലൈക്ക് ഏജ് ഓഫ് ദി പേഷ്യന്റ്, ജെൻഡർ ഓഫ് ദി പേഷ്യന്റ്, സെൻസിറ്റിവിറ്റി ഓഫ് ദി പേഷ്യന്റ്, സസെപ്റ്റിബിലിറ്റി ഓഫ് ദി പേഷ്യന്റ്, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, ഇത്രയും ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് സ്ട്രാറ്റജിക്കലി നമ്മൾ പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് ഓരോ ട്രീറ്റ്മെന്റും കൊടുക്കുന്നത്. ഇതൊന്നുമില്ലാതെ വെറുതെ ഈ അനുഭവം എന്ന് പറയുന്നത് അനക്ഡോട്ടൽ എവിഡൻസ് എന്നാണ് പറയുക. അതായത് 1-2 ആൾക്കാർക്ക് ബെറ്റർമെന്റ് കിട്ടിയത് പോളിസി മേക്കിംഗിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ദേ ഷുഡ് ഡു ദ റിസർച്ച്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അത് തെളിയിക്കണം. അനക്ഡോട്ടൽ എവിഡൻസ് പറഞ്ഞാൽ ഒബ്സർവേഷൻ ലെവലിലേ വരുന്നുള്ളൂ റിസർച്ചിൽ. ഈ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് ഒരു മെത്തഡോളജി ഡിസൈൻ ഉണ്ടാക്കിയിട്ട് പോളിസി മേക്കിംഗിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് എത്രയോ ആൾക്കാരിൽ അത് റിസർച്ച് ചെയ്യണം, എന്നിട്ട് മാത്രം പുറത്തേക്ക് വരും. അതിന്റെ മുന്നേ ഇതൊരു സിസ്റ്റമായിട്ട് ആൾക്കാരിൽ എത്തിക്കാതിരിക്കുക. എന്റെ ഒരു അനുഭവം പറയാം. അതായത് എന്റെ ഒരു സുഹൃത്ത് കീബോർഡിസ്റ്റ് ആണ്. ഇതുപോലെ അത്ഭുത രോഗശാന്തി നടത്തുന്ന ഒരാളുടെ കൂടെയാണ് അദ്ദേഹം പോവുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ പോകുന്നില്ല. ഞാൻ എന്താ പോകാത്തെ? അത് ഈ അത്ഭുത രോഗശാന്തി നടത്തുന്ന സമയത്ത് കീബോർഡിൽ ഒരു ചില മ്യൂസിക്കുകൾ ഇടണം. ആ മ്യൂസിക് ഇടുന്നത് കറക്റ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞ് അവനെ അതൊന്ന് മാറ്റി. ദൈവമാണോ ഈ കീബോർഡിന്റെ സൗണ്ട് ആണോ സൗഖ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. അത് ചിലടത്ത് അതാണ് ഒരു പ്രശ്നം. സാറേ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. രോഗശാന്തി ആൾക്കാരെ സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. താങ്കൾക്ക് ഈ പരിപാടി വല്ലതും ഉണ്ടോ? ഇല്ല. പക്ഷേ പ്രാർത്ഥനയിൽ സൗഖ്യമാകുന്നുണ്ട്. ഞാനല്ല ആക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഹോളി സ്പിരിറ്റ്. ഓക്കെ, താങ്കൾ പ്രാർത്ഥിക്കുന്ന വിധേയമാകുന്നുണ്ടോ അതോ മറ്റുള്ളവർ വിധേയമാക്കുന്നുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അത് ക്ലെയിം ചെയ്യാൻ പോയത് നാളെ തൊട്ട് ഭാഗ്യം പിടിച്ചോണ്ട് ഇറങ്ങത്തില്ല. ഞാൻ രോഗശാന്തി വിദഗ്ധനാന്ന് പറഞ്ഞ് ഇറങ്ങത്തില്ല. പ്രാർത്ഥനയിൽ സംഭവിക്കും. പക്ഷെ രോഗത്തിന് ശാന്തി പകരാൻ ഇത്തരം പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിലൂടെ തീർച്ചയായിട്ടും സൗഖ്യം ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷെ ആ സൗഖ്യം എന്ന് പറയുന്നത് ഈ ശാരീരിക സൗഖ്യമാണ്. പക്ഷെങ്കിൽ അതിനപ്പുറത്ത് ഒരു ആത്മീയ സൗഖ്യമുണ്ട്. ഞാൻ ഇവിടെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാലും ഒരു ദിവസം മരിക്കും. അതാണ് ഞാൻ മുമ്പേ തൊട്ട് പറയുന്നത്. പക്ഷെ മരണത്തിനപ്പുറത്ത് നിത്യജീവൻ കൊടുക്കാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇത് നിങ്ങളുടെ വിശ്വാസമല്ലേ? വിശ്വാസം ബിബ്ലിക്കലി മാത്രമേ കറക്റ്റുള്ളൂ. അല്ല, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം തന്നെയാ. ആ വിശ്വാസം അനുഭവത്തിൽ ഈ അമ്മാമ ആന്റി പറഞ്ഞത് തന്നെ കറക്റ്റ് ഇല്ലയോ? ആന്റിക്ക് സൗഖ്യം കിട്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്ന് ഒരുപാട് ഇതുപോലെ മ്യൂസിക് ഒക്കെ ഇട്ട് പല രീതിയിൽ തോന്നലാണെങ്കിലോ തോന്നലാകുന്നത് എങ്ങനെയാണ്? തോന്നലായിട്ടാണോ നടന്ന് ഇവിടെ കയറി വന്നത്? സംഭവം വെറും സിമ്പിളാ. ഈ ലോകത്തുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇവരിതൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതിലേക്ക് അട്രാക്ട് ആവും, അവിടെ പോകും. ഒരു മാനസികമായ ഒരു സൗഖ്യമോ അല്ലെങ്കിൽ ഒരു സുഖപ്പെടുത്തലോ അത് ശരീരവുമായി കണക്ട് ചെയ്യും. പക്ഷെ ഈ മേഖലയിലെ തട്ടിപ്പുകൾ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ഇതിന്റെ പേരിൽ ലക്ഷങ്ങളും കോടികളും അടിച്ചെടുക്കുന്ന തട്ടിപ്പുകാര് മതവിഭാഗത്തിലുണ്ട്, ക്രൈസ്തവരിലും ഉണ്ട്, ഇസ്ലാം മതവിശ്വാസികളിലും ഉണ്ട്, ഹൈന്ദവ മതവിശ്വാസികൾ. അത് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ. ഏറ്റവും പ്രധാനപ്പെട്ട മൂവാറ്റുപുഴയുള്ള ഒരു ഓട്ടോറിക്ഷ കച്ചവടക്കാരൻ, ഇയാള് പാലക്കാട് മേഖലയിൽ പോയിട്ട് അക്യുപങ്ചർ ട്രീറ്റ്മെന്റ് സെന്റർ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടത്. ഇയാളുടെ വീഡിയോ പരസ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം ഇയാളൊരു സ്റ്റിമുലേറ്റിംഗ് സാധനം വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ചെറിയ ആശ്വാസം അപ്പം കിട്ടും. കുറെ നാളിന് ശേഷം അദ്ദേഹം ഇപ്പൊ ആത്മീയ ചികിത്സകരാണ്. അദ്ദേഹത്തിന്റെ വീട്ടുവാതുക്കൽ 100 കണക്കിന് ആളുകളാണ് ആത്മീയ ചികിത്സയ്ക്ക് വരുന്നത്. നേരത്തെ ഒരു എണ്ണ ഉണ്ടായിരുന്നു, 500 രൂപ വാങ്ങുമായിരുന്നു. എണ്ണയില്ല, എന്തൊക്കെയോ പറയും, 1000-ങ്ങളും 10,000-ങ്ങളും അക്കൗണ്ട് വീഴുന്നത്. അതിനുള്ള ആയിരക്കണക്കിന് പേരുണ്ട്. ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലും ഒരുപാട് ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഉണ്ട്, അത് മാറ്റമൊന്നുമില്ല. അത് ഈ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടണം. സമൂഹത്തിൽ പാടില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരു മൂന്നാമന്റെ ആവശ്യമില്ല. ദൈവത്തിന് കറൻസിയുടെ ആവശ്യമില്ല. മൂന്നാമത് ആർക്കും കൊടുത്തിട്ടില്ല അവകാശം. തട്ടിപ്പ് സംഘത്തോട് ബന്ധപ്പെട്ട് എന്റെ അറിവിലുള്ള ഒരു കാര്യം പറയാം. അത് പ്രതികരിച്ച് വന്നപ്പോ മനസ്സിലായ ഒരു കാര്യം. സാറേ ഒരു മിനിറ്റ്. രോഗശാന്തി അതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിഷൻസിന്റെ അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ പേരിൽ വലിയ ഈവൻസ് എറണാകുളത്തും കോട്ടയത്തും അതേപോലെ തന്നെ തിരുവല്ലയിലും കൊട്ടാരക്കരയും തിരുവനന്തപുരത്തൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നിടത്ത് പല സാക്ഷ്യങ്ങൾ, ഇപ്പം പലരുടെയും കാര്യങ്ങളൊക്കെ അവർ പറയുകയും പിന്നെ അവിടെ ആളുകൾ വീഴുകയും ഉരുളുകയും ഇങ്ങനെ പല പല കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് അവർ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതൊരു മാർക്കറ്റിംഗ് ആണ്. ഈ നടക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം. ഇത്തരം മീറ്റിങ്ങുകൾക്ക്
ഇപ്പൊ നമ്മൾ സാധാരണ ഫിലിം ഷൂട്ടിങ്ങിനൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഉള്ളതുപോലെ ഏജൻസിനെ വെച്ച് 100, 300, 400 ആളുകളെ ഇത്തരം മീറ്റിങ്ങുകളിൽ ആളുകൾ എത്തിക്കും. അവർ ട്രെയിൻഡ് ആണ്. അവരവിടെ പല കാര്യങ്ങളും പറയും, പലതും ചെയ്യും, പലതും കാണിച്ചു കൂട്ടും. അത് ചിലരൊക്കെ വിശ്വസിക്കും. അതിനകത്ത് കുറച്ച് പേര് അവരുടെ കയ്യിൽ നിന്ന് സന്തോഷം പറഞ്ഞ് കയ്യിൽ നിന്ന് സ്വർണമോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കൊടുക്കും. ഇത് കണ്ടിട്ട് പാവങ്ങളായിട്ടുള്ള മണ്ടന്മാരും എന്ത് ചെയ്യും, ഇത് ഇട്ട് കൊടുക്കും. ഇങ്ങനത്തെ വൻ തട്ടിപ്പിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും നമ്മളിനകത്ത് പലരും ഇതിനെ എതിർക്കുന്നവരാ. ബഹുമാനപ്പെട്ട സാറ് എതിർക്കാം. ഈ എതിർപ്പിനിടയിലും ഈ വാത്സല്യ മാതാവ് എഴുന്നേറ്റ് എന്ന് ദൈവം എനിക്ക് സൗഖ്യം തന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവമാണ്. ഞാൻ റേക്കിയാണ് മേഡത്തിന്റെ അടുത്ത് 3 കൊല്ലം മുന്നാണ് എടുത്തത്. എനിക്ക് ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു, ഇപ്പോഴും ദേഷ്യം, ചിരിയില്ല, സന്തോഷമില്ല, അങ്ങനെ ദേഷ്യം അറിയില്ല, അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ചുറ്റുപാടൊക്കെ ഉണ്ടല്ലോ, ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ റേക്കിയെ കുറിച്ച് കേട്ടു, തന്ത്രദീക്ഷയായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് കേട്ടപ്പോ ഞാൻ മേഡത്തിന്റെ അടുത്ത് പോയി ദീക്ഷ എടുത്തു. ദീക്ഷ എടുത്തു. ഇപ്പൊ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എപ്പോഴും ചിരിയാണല്ലോ. എപ്പോഴും ചിരിയാ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വരാണ്ടിരിക്കില്ല. പക്ഷെ അപ്പോഴും മന്ത്രം ചൊല്ലി കഴിഞ്ഞാൽ നല്ലൊരു താങ്കളും ഇതിന്റെ ആളാണോ? ഞാനും മേഡത്തിന്റെ അടുത്ത് ആദ്യം ഒരു ഹീലിംഗ് സംബന്ധമായിട്ടാണ് ഞാൻ മേഡമായിട്ട്. എന്തിന്റെ ഹീലിംഗ്? ഈ റേക്കി ഹീലിംഗ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നപ്പോ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ ഹീലിംഗ്സ് കൊണ്ട് ഒത്തിരി പേർക്ക് ശമനം ഉണ്ടാവുകയും എല്ലാം ചെയ്യുമെന്ന് അറിഞ്ഞു. അങ്ങനെ മേഡമായിട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ പോയി ഹീലിംഗ് ചെയ്തു. അതിനുശേഷമുള്ള മൈൻഡും പിന്നീടുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ് ഞാൻ ഇവരിലൂടെ പോയിട്ട് സാർ, ഞാൻ ഹേന, യോഗാചാരിയാണ്. യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ യോഗയിൽ നിന്ന് ഉയർത്തിയത് തന്നെ മരുന്നില്ലാത്ത രോഗപ്രതിരോധ സംവിധാനം എന്ന നിലയ്ക്കാണ്. മനുഷ്യന്റെ ശരീരത്തില് 3 തരത്തിലുള്ള അഴുക്കുകളുണ്ട്. അത് വാക്കില്, മനസ്സില്, ശരീരത്തില്. അതായത് ആത്മീയ പ്രഭാഷണം കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടോ രോഗങ്ങൾ മാറും എന്ന് പറയുന്ന ഒരു വാദഗതിക്കെതിരായിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. യോഗ കൊണ്ട് പലതരത്തിലുള്ള ആസനാസ് അത് ഉപയോഗിച്ചും അസുഖങ്ങൾ മാറ്റാമെന്നാണ് ഞാൻ പറയുന്നത്. 15 വർഷം തലവേദന കൊണ്ട് കഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് അവസാനം ലാസ്റ്റ് കണ്ട ഡോക്ടർ പറയുവാണ് ഇത് യോഗയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ യോഗയിൽ പോയത് കൊണ്ട് ഞാൻ 9 വർഷമായി അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് തലവേദന മാറി, ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു. എന്റെ ഭർത്താവും മക്കൾ വരെ അവഗണിച്ച ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ യോഗ ഇപ്പൊ ഇല്ല. തലവേദന ഇല്ല, കുടുംബത്തിൽ സ്വസ്ഥത മാറുന്ന സാധനം തലവേദന പോലെ. കാരണം തലവേദന ഒരു തോന്നലായിരുന്നു, അത് മാറി. 15 ഡോക്ടർമാരെ കണ്ടിട്ടും അവര് ഇതെല്ലാം എടുത്തിട്ടും വിശ്വാസത്തിലാണല്ലോ പറയുന്നത്. അതെ അതെ. സാറേ, ഒറ്റ ചോദ്യം. കാരണം അവിടെ ഇരിക്കുന്ന 10 പേരും ആത്മീയതയും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ രോഗശാന്തി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. മെഡിക്കൽ കോളേജിൽ ഓരോ ദിവസവും നിരവധി ആളുകൾ കിടക്കാൻ ബെഡിൽ താഴെ കിടക്കുകയാണ്. ഇവരാരെങ്കിലും അവിടെ വന്നിട്ട് അവരുടെ ഒരു അസുഖം മാറ്റുകയാണെങ്കിൽ സർക്കാരിന് നല്ലതായിരുന്നു. ഒത്തിരി ആൾക്കാർക്ക് കുടുംബത്തിൽ നേരത്തെ പറഞ്ഞു പഞ്ചസാര സാറേ, മെഡിറ്റേഷൻ കൊണ്ടും ഡയറ്റ് കൊണ്ടും പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെയുള്ള നമ്മുടെ ദൈനംദിനമായിരിക്കുന്ന അവസ്ഥകൾ കൊണ്ടും ഒക്കെ നമുക്ക് സൗഖ്യം കിട്ടും. നമ്മൾ രാവിലെ നടക്കുന്നില്ലയോ? നടക്കുന്ന ഒരു മെഡിറ്റേഷനാ. പല രീതിയിലും മാറും. പക്ഷെങ്കിൽ അതിനല്ല നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ ഇവര് പറഞ്ഞതല്ല, സാറ് പറഞ്ഞു, ഇപ്പം ഗുരുജി പറഞ്ഞു മെഡിറ്റേഷൻ. ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. അപ്പൊ പല രീതിയിലും എന്ത് ചെയ്യുന്നു, ആത്മീയത വിറ്റ് കാശാക്കുന്ന പറയാ നമ്മൾക്ക് ഏറ്റവും പ്രശ്നം. അവിടെയാ പ്രശ്നം. സൈക്കോളജിസ്റ്റ് പ്രാർത്ഥനയും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്യൂർ ആവുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. WHO കണക്ക് പ്രകാരം 72% ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് 4 റീസൺ ആണ് മെയിൻ ആയിട്ട്. ഒന്ന് കാർഡിയോവാസ്കുലർ, ഹാർട്ടിന്റെ പ്രശ്നം, റെസ്പിറേറ്ററി, ക്യാൻസർ, ഡയബറ്റീസ്. ഈ 4 കണ്ടീഷൻസും പ്രാർത്ഥന വെച്ചിട്ട് ഇവർക്ക് എത്രമാത്രം WHO വേണ്ടിയിട്ട് ഒരു ഇത് ക്യൂർ കാണിച്ചു കൊടുക്കാൻ പറ്റും ഡെത്തിൽ നിന്ന്. പിന്നെ സൂയിസൈഡും സ്ട്രോക്കും. ഇതാണ് എനിക്ക് റിസർച്ച് ബോഡി ഉണ്ട്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പാവമല്ലേ ശരിക്കും? അതായത് ചികിത്സ വേണ്ട, ആധുനിക ചികിത്സ വേണം. മോഡേൺ മെഡിസിൻ ഇത്രയും അദ്ദേഹത്തിന്റെ കൂടെ ടീം ഓഫ് ഡോക്ടേഴ്സ് ആണുള്ളത്. അത്ര കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരെ വഴിതെറ്റിക്കാനല്ലേ? ഞാൻ ഒരിക്കലും വഴിതെറ്റിക്കാറില്ല. എല്ലാവരും ഉപേക്ഷിക്കാത്തവര് വരുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ അവരൊന്നും എന്റർടൈൻ ചെയ്യാറില്ല. നമ്മൾ ഈ രോഗസൗഖ്യത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. അതെ. അപ്പോൾ തന്നെ ആത്മീയ സൗഖ്യമുണ്ട്. സകല മനുഷ്യർക്കും ഒരു ആത്മാവുണ്ട്.
അപ്പോ ആ ആത്മാവിനെ രക്ഷ പ്രാപിക്കുവാനായിട്ടുള്ള ഏക മാർഗം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇന്ന് നാം മരിച്ചാൽ അത് പാസ്റ്ററുടെ കാര്യം. അല്ല അല്ല ഇത് കേക്ക് പറയട്ടെ, ഞാൻ പറയട്ടെ. നാളെ നമ്മള് ജീവിച്ചിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന് വീട്ടിൽ ജീവനോടെ എത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. വൈഫിനെ പേടിപ്പിക്കണ്ട. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇന്ന് മരിച്ചാൽ ആത്മാവ് എവിടെ പോകുന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പ് വരുത്തണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ സാർ ഉൾപ്പെടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പാപിയാക്കരുത്, രക്ഷ പ്രാപിക്കാൻ. സകല മനുഷ്യരും പാപികളാ. മീം കോപ്പിങ് എന്ന് പറഞ്ഞൊരു സാധനം, മീം കോപ്പിങ് എന്ന് പറഞ്ഞ എന്തോ സംഭവം എന്ന് പറഞ്ഞാല് ഈ പ്രേത അതിയായ കാര്യങ്ങളില് ഉണ്ടാകുന്ന വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട് മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് ശരീരത്തിൽ എന്തൊക്കെ ബാധിക്കും എന്ന് പറയും. അതിന്റെ ഭാഗമാണ് റൈം ആൻഡ് റിതം എന്ന് പറയും. അതായത് ഒരേ കാര്യം ആവർത്തിച്ച് പറയുകയും പാടുകയും ചെയ്തു കഴിഞ്ഞാൽ അതെന്തോ മാനസികമായ സന്തോഷം ഉണ്ടാക്കുന്നു പറയുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു വശമാണ്. അതാണ് ഈ പെന്തിക്കോസുകാർ ഉപയോഗിക്കുന്ന മുമ്പേ പറഞ്ഞ സംഗീതവും ഈ സാധനവും. ടീച്ചർമാര് ക്ലാസ്സുകളിലെ പാട്ടുകൾ ആവർത്തിച്ച് പാടിപ്പിക്കുന്നതിന് കാരണം അതാണ്. പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു മാനസിക വിഭ്രാന്തി സൃഷ്ടിക്കൽ മാത്രമാണ് ഈ പറയുന്ന രോഗശാന്തിയുടെ ബേസായിട്ട് അവർ ഉപയോഗിക്കുന്നത്. SMS-ലൂടെ രോഗം ക്യൂറാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു എയ്ഡ്സ് രോഗികളുടെ. അതുപോലെ തന്നെ പാസ്റ്റർമാർ വരുന്ന അവര് പ്രാർത്ഥന കൊണ്ട് ഹീൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീടിന് തൊട്ടടുത്ത് ഒരു പാരലൈസ് ആയി കിടക്കുന്ന ഒരു യുവാവുണ്ട്. അപ്പൊ 14 വർഷമായി ബൈക്ക് ആക്സിഡന്റിൽ കിടക്കണം, കഴുത്തിന് ആടോട്ട് തളർന്ന്. ഒരു വയസ്സായ അമ്മയാ ഉള്ളത്. അമ്മയ്ക്ക് കാഴ്ച തിമിരം ബാധിച്ച് ഓപ്പറേഷൻ പോലും പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഈ പ്രാർത്ഥന കൊണ്ടോ ഇവർക്ക് ഫേക്ക് ആയിട്ടുള്ള കുറെ പ്രഘോഷകരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയാലേ അല്ല, ഇവരെല്ലാം സത്യ വിശ്വാസികളായ സത്യമുള്ള ഇതിന്റെ മറുപടി ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. ഇതിന്റെ മറുപടി തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്. ദൈവം സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, സകല രോഗികളെ അല്ല. ഉറുമ്പ് പഞ്ചസാര എടുത്തോണ്ടാ വരുന്നത്. ഇവരുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം ഭേദമാക്കാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. ഒരാൾക്കൊരു രോഗം വരുന്ന അയാളുടെ കർമ്മഫലമാണ്. ആ രോഗം മാറ്റണമെന്നുണ്ടെങ്കിൽ അയാൾ തനിയെ കഷ്ടപ്പെടണം. പ്രാർത്ഥിച്ച അസുഖം മാറില്ല. നിങ്ങൾ അതിന് വേണ്ടി ഒരു മിനിറ്റ് രോഗം വരുന്ന കർമ്മഫലമാണ്. ഇത് രോഗമാണ് മനസ്സിലാക്കാൻ 4ാം ക്ലാസ്സിലെ പിള്ളേർക്ക് അറിയാം. അല്ല, ഈ ചേട്ടൻ ആസ്ട്രൽ ട്രീറ്റ്മെന്റിനെ പറ്റി പറഞ്ഞു. സത്യത്തിൽ എന്താണ് ഈ ആസ്ട്രൽ ട്രീറ്റ്മെന്റ്? ആസ്ട്രൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ലോകം തന്നെ വലിയ ഒരു സ്കെയിലിൽ കണക്കിൽ എടുക്കാൻ തുടങ്ങിയത് തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന് പറഞ്ഞ മാർവലിന്റെ ഒരു കോമിക് സീരീസും അല്ലെങ്കിൽ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഹാലൂസിനോജനിക് എഫക്റ്റ് പോലത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ തന്നെ മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണ്. നമ്മുടെ തന്നെ ബോഡി ഒരു സോൾ ഫോമിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഫോമിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇവ എലീറ്റ് ചെയ്യുകയാണ്. സംഭവം എങ്ങനെ ഗുരുജി ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നു. ഹാലൂസിനേഷന് റിയലൈസേഷൻ വന്നാൽ എൻലൈറ്റ്മെന്റ് ആയി. ഹാലൂസിനേഷന് റിയലൈസേഷൻ ഇല്ലെങ്കിൽ കൺഫ്യൂഷനായി. മനുഷ്യനെ ഹാലൂസിനേഷൻ കണ്ടിന്യൂസ് ആയാൽ ആ ചേട്ടന് ഈ ചേട്ടനുള്ള കുഴപ്പം അതാണ്. ഹാലൂസിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട്. ഹലോ, ഞാൻ പതഞ്ജലി കോളേജിൽ നിന്നാണ് വന്നത്. അപ്പൊ സാറ് പറഞ്ഞല്ല, സാറ് ഒരു വ്യായാമം ഇങ്ങനെ ചാടി ചാടിയാണ് അപ്പൊ അതേപോലെ തന്നെയാണ് ഞങ്ങള് വ്യായാമം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ആസനാസ് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് ദൃഢത വരുന്നുണ്ട്. പിന്നെ പ്രാണായാമം ചെയ്യും. പ്രാണായാമം നമ്മുടെ ഓരോന്ന് ചെയ്യുന്ന ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ കുറയും. നല്ല രീതിയിൽ ചെയ്താല് അസുഖങ്ങൾ ഇല്ലാണ്ടാവുകയും ചെയ്യും. അപ്പൊ പ്രാണായാമം ചെയ്യുമ്പോൾ പ്രാണപ്രവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്. പിന്നെ മുദ്രണങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്കൊരു സ്ഥിരത വരും. പിന്നെ ഗുരുജിയോട് ഒരു കാര്യം ഇല്ല, ഗുരുജിയോട് ഒറ്റ ഒരു കാര്യം, ഞാൻ ഹാർട്ട്ഫുൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ രോഗശാന്തി മാറുമെന്ന് പറഞ്ഞിട്ടില്ല. അതില് പൈസ ഇങ്ങനെ സാറിന്റെ ഈ ഗുരുജിയുടെ പോലെ ഫീസും ഇല്ല. ഭയങ്കര കൊടവയറും ഭയങ്കര തടിയനുമായിരുന്നു. ഇപ്പൊ ഞാൻ സാറിനെ പോലെ സ്ലിമായി. കാരണം എന്താണെന്നറിയോ, ഞാൻ പ്രാർത്ഥിച്ചു എന്റെ ദൈവം എന്റെ കൊടവയറും എന്റെ തടിയും മാറ്റണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു മരുന്നും ചെയ്തില്ല. ദൈവത്തിന് ഇതാ പണി. തിരുവല്ലായിരിക്കുന്ന അച്ചായനെ നോക്കാനാ. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആൾക്കാര് പലതും പറയും. നമ്മളിപ്പോ
ഒരു ദിവസം ഇതുപോലെയുള്ള 3-4 ഷോ 5-6 മണിക്കൂറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആയാസം, നല്ല എക്സർസൈസ് ഒക്കെ കിട്ടും. ചില അസുഖങ്ങളൊക്കെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് മാത്രം രോഗത്തിന് സമാധാനം ഉണ്ടായി എന്ന് പറ്റില്ല. എന്തായാലും രോഗശാന്തി ശുശ്രൂഷയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇവരെ പൂട്ടി അകത്തിടണം. മറ്റു വിഷയവുമായി നാളെ രാത്രി 8:15. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.